ആ വംശവൃക്ഷത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻ സംഘപരിവാർ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ, ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാരനെ വിളിക്കുന്ന ഒരു നികൃഷ്ടവാചകം ആവർത്തിക്കാൻ കഴിയില്ല. അത് അങ്ങേയറ്റം അസഭ്യമാണ്. ആ സൈബർ സ്പേസിലെ മര്യാദഘട്ട കൂട്ടങ്ങൾ പറയുന്നതിനപ്പുറം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാത്ത അൺപാർലമെന്ററി വാക്കാണ്. ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരികെട്ട് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോൽപ്പന്നമാണ് ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അധോഗമനം പൂതലിച്ച തെറിവാക്കിനേക്കാൾ റിഗ്രസീവായ ഒരു ചോദ്യം 4-3-7 പേര് കൂടി ആ വേദിയിൽ ചോദിക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ? ഈ കാലത്ത് ചോദിച്ചുകൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ്. ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാർഷ്ട്യമാണ് ടീച്ചറെ. അത് ചാതുർവർണ്ണ്യത്തിന്റെ ഭാഷയാണ്. 5 ഗ്രാം കേസിൽ അകത്തിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എലിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകും മട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദഘട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻ വേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല പ്രത്യയശാസ്ത്ര ചുടിച്ചിൽ. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട്. ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേലൊരു ചുക്കുമില്ലെന്ന ഒഴിവാക്കിയ പദാവലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന വാക്കുമിസയിൽ പോയിക്കൊണ്ടത് ന്യൂജൻ തമ്പ്രാക്കളുടെ മർമ്മത്താണ്. തുടങ്ങിയതാണ് വെറുപ്പിന്റെ ചന്ദ്രഹാസമിളക്കൽ, ഇരക്കപ്പുറതയില്ലാത്ത ഇൻടോളറൻസ്. ആധികാരികമായി അധിക്ഷേപിക്കലാണ്. ജാതി ഭീകരവാദി, വിഘടനവാദി, ജിഹാദി പണത്തിന്റെ പങ്കുകാരൻ, പരിവാര സൈദ്ധാന്തികന്റെ വിഷം കാച്ചുന്ന വാക്കുകൾ വിമർശനമല്ലത് വെറുപ്പിന്റെ പരകോടിയാണ്. വെറുപ്പിന്റെ ഭിന്നിപ്പിനേക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്ക് കേൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതിഭേദങ്ങളില്ലാത്ത ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലിളക്കമാണ്. ആ വാക്കുമൂർച്ച നിർത്തിക്കോ, വേണമെങ്കിൽ പാടിക്കോ. ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ്, വിരട്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയും. ആ കറുപ്പിന്റെ കരുത്തിൽ ഒറ്റയാൻ അവൻ തീയിൽ കുരുത്തവനാണ്. ഈ പ്രായത്തിൽ നരകവാതിലുകൾ താണ്ടിയവനാണ്. മുടിഞ്ഞ കാലത്തൊരു വേട്ടയുടെ മറവിൽ കൂട്ടബലാത്സംഗങ്ങൾ, വംശഹത്യയുടെ വേദന ജനിതകത്തിൽ പേറുന്നവനാണ്. അധികാരക്കോട്ടകളിൽ വാക്കുകൊണ്ട് തീകോളമാവണം. സാവർണ്ണ കുഴിമാടങ്ങൾ ഞെട്ടിവിറക്കണം. വേട ഇനിയും പാട്, നീ അയ്യങ്കാളിയുടെ പേരക്കുട്ടി, കേരളത്തിന്റെ എൽവിസ് പ്രസ്ലി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഷാബു പ്രസാദ്, ശ്രീ രാജു പി നായർ, ശ്രീ ദിനു വെയിൽ, രാഹുൽ ഈശ്വർ എന്നിവ ചർച്ചയിൽ. അവരിലേക്ക് വരും മുമ്പ് 2 പ്രതികരണങ്ങൾ. ഒന്ന്, ഈ പറയുന്ന എന്താണ് കെ പി ശശികലയുടെ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്? ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറെ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. ഓക്കെ, ഷാബു പ്രസാദ്, ഇതിലും എന്താണ് ഹിംസാത്മകമായ ഒരുപാട് വരികൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടു. ഈ അടുത്ത കാലത്ത് തന്നെ എന്താണ് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കും, സോഡാ സർബത്ത് എന്നൊക്കെ പറഞ്ഞ് ഹിംസയെ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം സംഘപരിവാരത്തിന് ഇപ്പോൾ എന്താണ്? എന്തിനാണ് വേടനെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നത് ശ്രീ ഷാബു പ്രസാദ്? അങ്ങനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നു എന്നുള്ള വിഷയമൊന്നും ഇല്ല ഹാഷ്മി. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് ചർച്ചാ വിഷയമായ ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യത്തിനോട് ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ, അവരവരുടേതായ ശൈലിയിൽ, അവരവരുടേതായ കാഴ്ചപ്പാടിൽ പ്രതികരിക്കുന്നു.
അതിന് ഒറ്റതിരിഞ്ഞുള്ള വേട്ടയാടലെന്നും കൂട്ടം തിരിഞ്ഞുള്ള വേട്ടയാടലെന്നും അതിന് പല വിശേഷണങ്ങൾ കൊടുക്കാം, ഓരോരുത്തരുടെ സൗകര്യം പോലെ കൊടുക്കാം എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു വിഷയത്തിനോട് പ്രതികരിക്കാൻ വേടനോ അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ അതേ ആശയപരമായ വിമർശനമല്ലല്ലോ, ആ മൂർച്ചയുള്ള ഭാഷയിൽ തിരിച്ചും പ്രതികരിക്കില്ല. ഇതാണോ മൂർച്ചയുള്ള ഭാഷ? ഇത് തെരുവാക്കല്ലേ? ശ്യാമപ്രസാദ്, ഈ പറയുന്ന ഇപ്പോൾ KP ശശികല എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മുതിർന്ന ഒരു മുൻ അധ്യാപികയാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അധ്യാപികയാണ്, ഏതോ സ്കൂളിലെ ചെർപ്പളശ്ശേരി ഏതോ സ്കൂളിലെ അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഹിന്ദു ഐക്യ എന്ന് പറയുന്ന സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയാണെന്നാണ് എൻ്റെ അറിവ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, സംസ്ഥാനതല നേതാവാണ്. ആ നേതാവ് ഒരു പൊതുസമൂഹത്തിൽ വന്ന് ഉപയോഗിച്ച വാക്ക് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. താങ്കൾക്കറിയാം ആ വാക്ക് എന്താണെന്ന്. താങ്കൾക്കറിയാം ആ വാക്ക് ഏത് വാക്കിൽ നിന്ന് വന്ന വാക്കാണ് താങ്കൾക്കറിയാം. തെറിയാണ് സാറേ, അത് പറയാവോ? ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ എന്തായാലും ഇപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ശരിയാണോ തെറ്റാണോ ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ശരിയാണോ തെറ്റാണോ ചോദിക്കാൻ നിൽക്കേ ഇൻട്രോയിൽ പറയുന്ന കേക്ക്, ഇൻട്രോയിൽ ഇവിടെ ഹാഷ്മി ഉപയോഗിച്ച ഞാൻ പാണനല്ല, പുലയനല്ല, തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു ചുക്കുമില്ല. ആ ചുക്കിന് പകരം പൊതുവേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി മൈക്കിൽ കൂടെ പ്രയോഗിച്ച ആ വാക്ക് ഹാഷ്മിക്ക് ഇവിടെ പറയാൻ പറ്റുമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നില്ല. ഒരു തെറി പറഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് തെരുവിൽ നിന്ന് തെറി പറയും അല്ലേ? ഒരു സ്ത്രീ വിരുദ്ധമായ മുഴുത്ത തെറിയാണത്. ഷാബു, അങ്ങേക്ക് ആ തെറി എന്തെന്ന് അറിയാമല്ലോ അല്ലേ? ഒരു സ്ത്രീ വിരുദ്ധമായ അങ്ങേയറ്റത്തെ വൃത്തികെട്ട തെറിയാണ് ആ തെറി. സ്ത്രീ വിരുദ്ധമാണ്. ആ തെറിയുടെ ഉപോൽപ്പന്നം വന്നൊരു പ്രധാനപ്പെട്ട നേതാവ് പറയുക ഒരു ചെറുപ്പക്കാരനെതിരെ. എന്തിനാ ചെറുപ്പക്കാരൻ പാർട്ടി പറഞ്ഞൊരു വാക്ക് ഇവിടെ എന്താണ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറയുക ഷാബു? അല്ലല്ല ഞാൻ അതല്ല പറഞ്ഞത്. ഈ രീതിയിലുള്ള പാട്ടുകളും ഈ രീതിയിലുള്ള വരികളും ഇവിടെ ഒരു കലാകാരൻ ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി അവരെ ആകപ്പാടെ ഇളക്കുന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. അതിനോടുള്ള പ്രതികരണവും അല്ല ഷാബു, നമ്മുടെ ഇനി ശശികല ടീച്ചർ പറഞ്ഞ ആ വാക്കിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. നല്ല കാര്യം മാത്രമേ പറഞ്ഞു. അല്ല ഷാബു പ്രസാദ്, നമ്മുടെ ഗാനങ്ങളിൽ, നമ്മുടെ പാട്ടുകളിൽ, നമ്മുടെ സാഹിത്യശാലകളിൽ അനുകൂലിക്കുന്നുമില്ല. താങ്കൾ ഈ പറഞ്ഞ വാക്കൊക്കെ ഒരു വാക്കാണോ ഷാബു? നമ്മൾ വിശാലാർത്ഥത്തിൽ കണ്ട എന്തൊക്കെ നമ്മൾ കേട്ടു, എന്തൊക്കെ നമ്മൾ പാട്ടിൽ കേൾക്കുന്നു, ദ്വയാർത്ഥത്തിലും അല്ലാതെയും ഒക്കെ. താങ്കൾ ഈ പറഞ്ഞ വാക്കൊരു വാക്കാണോ? അല്ല അപ്പൊ ഒരു കാര്യമുണ്ട്. അല്ല അങ്ങനെയെങ്കിൽ എല്ലാത്തിനെയും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്നേ. എങ്ങനെ? അപ്പൊ പാട്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ അങ്ങനെ പറയാമെങ്കിൽ ഒരു കാര്യം എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. ഞാൻ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കുകയും. താങ്കൾ എന്നോട് പറഞ്ഞില്ലേ, ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ചു ആ വാക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനൊരു സംസ്കൃതം താങ്കളോട് പറഞ്ഞു കേൾപ്പിക്കാം. ഉരസി മുരാരേബു ഹിതഹാരേ ഘനൈവ തരളവലാകെ ധടദിവ പീതേ രതിയുപരീതേ രാജസി സുഹൃത വിഭാഗേ ധീരസമീരേ യമുനാതീരെ ഗോപി പീന പയോദര മർദ്ദന ചഞ്ചല കരയുഗശാലി. മലയാളം പറയാവോ? അതിന് മലയാളം ഒന്ന് പറയാവോ? അല്ല, എനിക്ക് അതിന്റെ അർത്ഥം നന്നായിട്ട് അറിയാം. അതിന് മലയാളം ഒന്ന് പറയാവോ? പറയുന്നത് കേൾക്കൂ. അതായത് ഹാഷ്മി എവിടെ നിൽക്കൂ, അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പറവതിന് എഴുതാമോ. ഇവിടെ ആകാശവാണി വെക്കുന്ന പാട്ടാണ്. ആകാശവാണി വെക്കുന്ന പാട്ടാ അത്. പറയാൻ പറ്റുമോ? കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളുണ്ട്. നിങ്ങൾ അതിന് അത് പറയുന്നത് കേൾക്കൂ. അതായത് ഈ ലൈംഗികതയെയും നഗ്നതയെയും ഒക്കെ ആ മനോഹരമായ ഒരു ആർട്ടിസ്റ്റിക് ഫോമിൽ കാണുന്ന അതിൻ്റേതായ ആ തലത്തിൽ കാണുന്ന ഒരു പാരമ്പര്യമുള്ള നാടാണിത്. അവിടെ തെറി എന്ന് പറയുന്ന അതിനെയാണ് നിങ്ങൾ ഈ വേടൻ്റെ നിങ്ങളിവിടെ ഒഴിവാക്കിയ വാക്കിനെ അതുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് നല്ല നമസ്കാരമേ പറയാനുള്ളൂ. ഞാൻ പാണനല്ല, പുലയനല്ല, നീ മറ്റവനല്ല,
ഞാൻ പറയുന്ന ഒരു കലാവിഷ്കാരത്തിനെ അങ്ങനെയും കാണാം ഷാബു എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഈ സാഹിത്യം നമ്മൾ ആസ്വദിക്കുന്നത് പോലെ അതിന്റെ മലയാളം താങ്കൾക്ക് ഇവിടെ പരസ്യമായി പറയാൻ കഴിയാത്തതുപോലെ ഞാൻ ആ വാക്ക് ഇവിടെ ഞാൻ ഇവിടെ പരസ്യമായി എന്റെ ഇൻട്രോയിൽ പറയാത്തതുപോലെ ഒരു പാട്ടിൽ വേണമെന്ന് പറയാം. വസതിവനെ വനമാലി ഗോപി മീന പയോധരമർദ്ദിത ചഞ്ചല കരയുഗശാലി എന്നതിനുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ കമ്പാരിസൺ ഞാൻ പറഞ്ഞല്ല, അല്ല കമ്പയർ അങ്ങാ ചെയ്തത്. ഈ നാട്ടിൽ കാണുന്ന എന്തിനേയും നിങ്ങൾക്ക് കലയായിട്ട് പറയാം. ഷാബു ഞാൻ കമ്പാരിസൺ പറഞ്ഞല്ല, താങ്കളാ കമ്പയർ ചെയ്തേ. അതായത് ശശികല ടീച്ചർ പറഞ്ഞ അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു പദാവലിയെ വേടൻ അവന്റെ പാട്ടിൽ പറഞ്ഞ ഒരു വാക്കുമായി കമ്പയർ ചെയ്ത് താങ്കളാ ഏറ്റവും നല്ല അല്ല ആ രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ കലാകാരന്മാരെ നിങ്ങൾക്ക് പാളയം ചന്തയിൽ പോയാൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ള് ഷാപ്പിൽ പോയാൽ കാണാൻ കഴിയും. ദയവീത് ഈ രീതിയിലുള്ള കമ്പാരിസൺ നടത്തല്ലേ ഹാഷ്മി. ശരി, താങ്കൾ നടത്തരുത്. ഞാൻ പറയുന്നത് താങ്കളുടെ മുതിർന്നൊരു നേതാവ് തെരുവിൽ പറഞ്ഞ ഒരു തെറിവാക്കിനെ വേടൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായ യുവാവന്റെ റാപ്പിൽ പറഞ്ഞൊരു വാക്കുമായി കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വാക്ക് ഈ പറയുന്ന രണ്ടിനോടും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതല്ല, കല എന്ന പേരിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ നിന്ന് ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കലയുടെ എന്നിട്ടതിനെ ഖജുരാഹോയോടും ഗീതഗോവിന്ദത്തിനോടും ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അത് ഹാഷ്മി ഞാനല്ല സാറേ, താങ്കൾ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞേ. പ്രശ്നം എന്ന് പറയുന്നത് അല്ല ഷാബു, താങ്കൾ എന്നോട് വാക്ക് പറയാൻ അല്ലല്ല, എനിക്ക് ഇഷ്ടമുള്ള വരികളാണ്, എനിക്ക് ഇഷ്ടമുള്ള വരികളാണ്, എനിക്ക് ഇഷ്ടമുള്ള വരികളാണ്, ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ച വരികളാണ്. അതാണ് താങ്കളോട് പറഞ്ഞത് ഷാബു. ഓക്കെ, അത് വിട്ടേക്കു. അതുകൊണ്ട് കലാവിഷ്കാരങ്ങളിലെ വാക്കുകൾ ചെകഞ്ഞെടുത്ത് നിങ്ങളുടെ നേതാവ് തെരുവിൽ പറഞ്ഞ ഒരു തെരുവാക്കിനോട് കമ്പയർ ചെയ്യല്ലേ ഷാബു. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, ഇവിടെ NR മുരളി പറയുന്നത് എന്താണ് അങ്ങേ വേടൻ വിഘടനവാദിയാണ്, വേടൻ ജിഹാദി പണത്തിന്റെ പങ്കുണ്ട്, വേടൻ ജാതി ഭീകരവാദിയാണ്. അതിൽ ജാതി ഭീകരവാദി എന്ന് പറയുന്ന സാധനം ഒരു രാഷ്ട്രീയ വിമർശനമായി പറയാം. വിഘടനവാദിയെന്നും ജിഹാദി പണത്തിന്റെ പങ്കെന്നും പറയണമെങ്കിൽ തെളിവുണ്ടാവണ്ടേ? രാജു പി നായർ, നാട്ടിലെന്തും ചെറുപ്പക്കാരെ പറ്റി എന്തും അങ്ങ് പറയാവുന്നതാണോ? ഹാഷ്മി, പുതിയ ഇന്ത്യയിൽ തെളിവുകളൊന്നും പ്രസക്തമല്ലല്ലോ. ഓരോരുത്തരുണ്ടാക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് എന്തും പറയാം എന്നുള്ളതാണല്ലോ. പിന്നെ ഈ പറഞ്ഞ വിഷകലയൊക്കെ പറഞ്ഞതിനുള്ള മറുപടി മുൻകൂറായിട്ടാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. വേടൻ്റെ പാട്ടുകൾ ഈ വിഷകലയ്ക്കും അതുപോലെ തന്നെ ഈ മധു എന്ന് പറയുന്ന ആൾക്കുള്ള മുൻകൂർ മറുപടിയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇവർ മറുപടി പറയുകയാണ്. ഈ ശശികലയും ഇവരൊക്കെ വേടന് മറുപടി പറയുകയാണ്. വേടൻ മുൻകൂറായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞാണ്. ഞാൻ ചോദിക്കട്ടെ, അയാൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തിന് വേണ്ടി അയാളുടെ സമൂഹത്തിന് വേണ്ടി പോരാടേണ്ടത് എങ്ങനെയാണെന്ന് ആരാ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്? അത് ചിലപ്പോൾ റാപ്പാവാം, ചിലപ്പോൾ നിരാഹാരമാവാം, ചിലപ്പോൾ വില്ലുവണ്ടി ഓടിച്ചാവാം. പല രീതിയിൽ സമരം ചെയ്യും, പല രീതിയിൽ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കും. ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിൽ പാട്ടുകൾ നടത്തുന്നത് അല്ലെങ്കിൽ ആ പാട്ടുകളിലൂടെ പറയുന്നത് ഇവർക്ക് അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? എന്തിനിവർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നത്? ഇവരുടെ മനസ്സിൽ നിന്നൊന്നും മറ്റേ ഈ പറഞ്ഞ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരി ഇറങ്ങിപ്പോയിട്ടില്ല. ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരിമാർ ഇരിക്കുന്ന മനസ്സുകളാണ് സംഘപരിവാറിൻ്റെത്. ഈ മഹുവ മൊയ്ത്ര ഒരിക്കൽ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഹിന്ദുക്കൾ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഹിന്ദുക്കൾ. അവരില്ലാതെ ആയാൽ നമ്മൾ നായരും നമ്പൂതിരിയും പറയനും പുലയനും തൊട്ടു തീണ്ടാത്തവനൊക്കെ ആയി മാറും. വെറുപ്പ് അങ്ങനെയാണ് ഹാഷ്മി. ആ വെറുപ്പ് എപ്പോഴും പുതിയ വെറുപ്പും വിദ്വേഷവും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെറുപ്പ് അങ്ങനെയാണ്, എപ്പോഴും പുതിയ വെറുപ്പുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്ന് ദളിതരും ഈ പറയുന്ന സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമതകളെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലെ ഈ ഇണ്ടന്തുരുത്തി വാര്യരിലെ മനയിലെ നമ്പൂതിരി പുനർജനിക്കുകയാണ്. ഇവരെ ഞാൻ ചോദിക്കട്ടെ, ഇവരെപ്പോഴാണ് ഈ ദളിതരെ ആദരിച്ചിട്ടുള്ളത്? ഇവരെപ്പോഴാണ് ദളിതരെ ഹിന്ദുവായി കണ്ടിട്ടുള്ളത്? ഇവരിപ്പോൾ പറയുന്നല്ലോ, സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സംസ്കാരത്തെ എന്നാ ഇവർ അംഗീകരിച്ചിട്ടുള്ളത്? ഈ പറയുന്ന പാപയോനിയിൽ ജനിച്ചവർ എന്ന് പറഞ്ഞിട്ടുള്ളവരല്ലേ ഇവരെല്ലാം? അവരിന്ന് അവരുടെ അവകാശങ്ങൾ ഇന്ന് ഈ പറയുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ആ ദളിതരുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കപ്പെടുമ്പോൾ, പിണറായി വിജയൻ്റെ കേരളത്തിൽ ആ ദളിതരുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കപ്പെടുമ്പോൾ അവർ സംസാരിക്കും. ആ വേടൻ്റെ വാക്കുകൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന ബിന്ദുവിനെ പോലുമുള്ള പോരാട്ടമാണ്. വേടൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. പക്ഷെ വേടൻ പറയുന്നത് ഒരേ സമയം പിണറായി വിജയനും നരേന്ദ്രമോദിക്കും എതിരായിട്ട് മാറുന്നുണ്ട്. അത് ദളിതരുടെ അവകാശങ്ങളെ കുറിച്ചാണ്.
ആ അവകാശങ്ങൾ സംസാരിക്കുമ്പോൾ അവരെ അടിച്ചമർത്തുക എന്നുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളായിട്ട് ഇവർ മാറുകയാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളാണ്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ മുഴുവൻ ഇന്ന് വേടനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? വേടൻ ഇവർക്ക് എങ്ങനെയാണ് ഭീഷണിയാവുന്നത്? ഇത് ഞാൻ നോക്കൂ, വലിയ രാഷ്ട്രീയത്തിൽ നോക്കൂ. രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എന്ന് പറഞ്ഞ ആശയം ഈ രാജ്യത്ത് മുഴുവൻ വെച്ചപ്പോൾ എന്താ ഇവർ ഉദ്ദേശിച്ചത്? ഈ മധു ഉപയോഗിച്ച വാക്കുകളല്ലേ? വിഘടനവാദം, അതുപോലെ തന്നെ ജാതി ഭീകരതയൊക്കെ അല്ലേ ഇവരുപയോഗിച്ചത്? അവസാനം രാഷ്ട്രീയമായിട്ട് അവർക്ക് തിരിയേണ്ടി വന്നു. എങ്ങനെയാ? കാരണം ഈ രാജ്യത്ത് ആ പിന്നോക്ക ദളിത് വിഭാഗത്തിന്റെ രാഷ്ട്രീയം ശക്തിപ്പെട്ടു. 400-ൽ നിന്ന് 240, 400 എന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തിൽ നിന്ന് 240-ലേക്ക് നിലംപതിച്ചപ്പോൾ ആ ദളിതരുടെ രാഷ്ട്രീയത്തിന് ശക്തി കിട്ടി എന്നുള്ളതാണ്. ആ ശക്തിയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ജാതി സെൻസസ് നടത്തിയപ്പോൾ മുഴുവൻ. ശരി, ഞാൻ ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ നമ്മൾ നേരത്തെ രാജു പി നായർ പറഞ്ഞു, ഇവിടെ പേരൂർക്കടയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ജോലിക്കാരിയോട് ഇല്ലാത്തൊരു പരാതിയുടെ പേരിൽ പോലീസ് കള്ളക്കേസ് എടുത്ത് ഈ പറയുന്ന രീതിയിൽ വിളിക്കുന്നത് മാലക്കള്ളി എന്ന് ആവർത്തിച്ച് വിളിക്കുകയാണ്. വൈകിട്ട് 3:30 മുതൽ രാത്രി മൊത്തം ഭക്ഷണം കൊടുക്കാതെ വയറ് കാഞ്ഞിരിക്കുന്നു, വെള്ളം ചോദിക്കുന്നു, പോയി കക്കൂസിൽ പോയി കുടിക്കടി എന്ന് പറയുകയാണ്. അതിൽ ബിന്ദു സംശയിക്കുന്നു, ബിന്ദുവിൻ്റെ തൊക്ക് കറുത്തതുകൊണ്ടാണോ എന്ന് ബിന്ദു സംശയിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ. അക്കാലത്താണ് വേടൻ പാടിക്കൊണ്ടിരിക്കുന്നത്. അക്കാലത്താണ് വേടൻ്റെ പാട്ടിൻ്റെ സ്റ്റേജിന് താഴെ 1000 പേരിരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണെങ്കിൽ 10,000 പേര് കൂടുന്നത്. അതിന് വിരളി പോയിട്ട് കാര്യമുണ്ടോ രാഹുൽ? ഹാഷ്മി, 2-3 കാര്യങ്ങൾ. ഒന്ന്, തീർച്ചയായിട്ടും വേടൻ പാടണം. വേടന്റെ ആശയത്തോട് നേരെ എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു സവർണ ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്. വേടൻ എൻ്റെ നേരെ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ വേടനോട് ബഹുമാനമാണ്, ഇഷ്ടമാണ്, കഴിവുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ശശികല ടീച്ചറിനോടും ബഹുമാനമുള്ള വ്യക്തിയാണ്. പക്ഷേ ശശികല ടീച്ചർ, ആ വാക്ക് ഇവിടെ ആരും ഉപയോഗിച്ചില്ലെങ്കിലും ഞാൻ ഉപയോഗിക്കാം. അക്കാര്യം ഞാൻ ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ശശികല ടീച്ചർ ഉപയോഗിച്ച കഞ്ചാവോളി എന്ന വാക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ടീച്ചർ ഒരു അമ്മയാണ്, ടീച്ചറാണ്, അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. 2, വേടൻ ഉപയോഗിച്ച മുടി എന്നർത്ഥം വരുന്ന ആ തമിഴ് പദം അതുപോലെയല്ല ടീച്ചർ ഉപയോഗിച്ച വാക്ക്. കാര്യം അതങ്ങ് സൂചിപ്പിച്ച പോലെ സ്ത്രീവിരുദ്ധവും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഇംഗ്ലീഷിലൊക്കെ പറയുന്ന ഏറ്റവും മോശം തെറിയുടെ മറ്റൊരു രൂപമാണ്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ പോലും ഇല്ല. ശശികല ടീച്ചറിനോട് സ്നേഹപൂർവ്വം ആദരവപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ടീച്ചർ ഇത് കാണുകയാണെങ്കിൽ ടീച്ചർ അത് പിൻവലിക്കാൻ തയ്യാറാകണം. ഒരു സ്ത്രീയുടെ വായിൽ നിന്ന്, നമ്മുടെ ആരുടെയും വായിൽ നിന്ന് വന്നുകൂടാത്തൊരു വാക്കാണ്. അതിന് യാതൊരു ന്യായീകരണവും ഇല്ല. ഇനിയും തിരിച്ച് കുറെ ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഗോഡ്സെ ഓളി തുടങ്ങിയ വാക്കുകൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു വാക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് യാതൊരു 2 വർഷങ്ങളും ഇല്ല. ഇനി 2, വേടൻ മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് ബഹുമാനപുരസരമുള്ള വിയോജിപ്പുണ്ട്. അവിടെയും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഗാന്ധിജി അംബേദ്കറെ കുറിച്ച് പറയുന്നുണ്ട്. അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള വലിയ ആത്മനിയന്ത്രണമാണ് എന്ന്. ആ സമീപനത്തിൽ തന്നെ നമ്മൾ പോകണം. രാജു പി നായർ സാറിനോടും ബഹുമാനപുരസരമുള്ള ഒരു വിയോജിപ്പ് പറഞ്ഞോട്ടെ. അതിന് ഈ ബ്രാഹ്മണ്യത്തിന്റെ തലയിലോട്ട് കയറണ്ട. ബ്രാഹ്മണ്യം പവിത്രമാണ്, എന്നാൽ ബ്രാഹ്മണിക്കലാണ് തെറ്റ്. ഇസ്ലാം പവിത്രമാണ്, ഇസ്ലാമിസ്റ്റ് ആണ് തെറ്റ്. ഹിന്ദു മഹത്തരമാണ്, ഹിന്ദുത്വമാണ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വമാണ് തെറ്റ്. അപ്പോൾ ബ്രാഹ്മണ്യവും ഇസ്ലാമും ഹിന്ദുവും ഒക്കെ വിശ്വാസവും മതവും ദർശനവും ഒക്കെയാണ്. ബാക്കി പലതും പൊളിറ്റിക്സും മറ്റുമാണ്. അപ്പം ബ്രാഹ്മണ്യം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കരുതെന്ന് അദ്ദേഹത്തോട് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഈ ബ്രാഹ്മണിക്കലാണ് ഗോഡ്സെ ഒക്കെ ഉള്ളത്. ആ ബ്രാഹ്മണിക്കൽ വാദം നമുക്ക് വേണ്ട. പക്ഷേ ബ്രാഹ്മണ്യവും ഹിന്ദുവും ഒക്കെ ഏറ്റവും മഹത്തരമാണ്. അവിടെയാണ് വേടൻ അടക്കമുള്ള വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളും ഇനി ഹിന്ദുത്വ സംഘടനകളും കുറെ കൂടി അക്കോമഡേറ്റിംഗ് ആയിട്ടൊരു നിലപാടെടുക്കണം. അത് വളരെ പ്രധാനമാണ്. ഒറ്റ വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പിന്നോക്കക്കാരുടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവർ പശുവിന്റെ ഇറച്ചി, ഗോമാംസം ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. പക്ഷേ അവർക്ക് വിഷമമുണ്ടാകുമെന്ന് കരുതി ഇവർ ആ ഗോമാംസം പോലും കഴിക്കാൻ തയ്യാറായി. പറയുന്ന മോഹൻ ഭഗവത്ജിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദു ഐക്യത്തിന് വേണ്ടി പശുവിന്റെ മാംസം കഴിക്കാൻ പോലും, ഗോമാംസം കഴിക്കാൻ പോലും നമ്മൾ തയ്യാറാവണം. കാര്യം ചരിത്രത്തിൽ അത്രമാത്രം തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മണരെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് പശുവിന്റെ മാംസം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പാതകങ്ങളിലൊന്ന്. അതിന്റെ പേരിലാണ് നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്, 1857 ഉണ്ടായത്. എന്നാൽ പൂജനീയ സർസംഘചാലക് പറയുന്നത്, ഗോമാംസം കഴിച്ചിട്ട് പോലും
പിന്നോക്ക വിഭാഗങ്ങളെ യോജിപ്പിക്കുന്നെങ്കിൽ നമുക്ക് യോജിപ്പിക്കണമെന്നാണ്. ആ സമീപനം എല്ലാവരും എടുക്കണം. അതുകൊണ്ട് വേടനെ കൂടെ നിർത്തുകയും വിശ്വാസത്തിലെടുക്കുകയും വേണമെന്നുള്ളതാണ് അഭിപ്രായം. വേടനോട് എതിരെയുള്ള ഈ പലപ്പോഴും കലുഷിതമായ ഒരു നറേറ്റീവ് അത് പിൻവലിക്കാൻ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ തയ്യാറാണ്. അത് വേടനെതിരെ മാത്രമല്ല, മോഹൻലാലിനെതിരെ വന്നു. മോഹൻലാൽ രാജ്യദ്രോഹിയാണ്, ഇസ്ലാമിസ്റ്റുകൾ കാശ് മേടിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നു. അതടക്കം. അല്ലെങ്കിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഈ ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പാകിസ്ഥാനി ഏജന്റ് ആണെന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായി. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവലിയാൻ ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ കൂടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കും. ഓക്കെ, ശ്രീ ദിനു വെയിൽ, ഇവിടെ വേടൻ ഇപ്പോൾ എത്ര വയസ്സാണോ, 29 ആണോ 30 ആണോ എന്നറിയില്ല. പക്ഷേ ഈ 29 വർഷക്കാലത്തിനിടയിൽ വേടൻ ഓർമ്മ വെച്ച നാൾ മുതൽ വേടൻ കടന്നു വന്ന കനൽ വഴികളെക്കുറിച്ച്, അവൻ തുറന്നു വന്ന നരകവാദികളെക്കുറിച്ച്, അവൻ്റെ ഉച്ചിയിൽ ചവിട്ടപ്പെട്ട കാലുകളെക്കുറിച്ച് കുറേ അധികം അറിയുന്ന, വ്യക്തിപരമായി അറിയുന്ന ആൾ കൂടിയാണ് ഞാൻ ദിനു. ഈ പറയുന്ന ഓർമ്മകളൊക്കെ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തീയായി ഘനീഭവിക്കുന്നുണ്ട്. അവൻ പറയുന്ന വാക്കിൽ ഒരുപക്ഷെ വേടൻ്റെ വാക്കുകൾക്ക് വലിയ ഭീകരമായ സാഹിത്യഭംഗി ഉണ്ട് എന്ന നിലപാട് നിൽക്കില്ല. പക്ഷെ അത് വേടൻ പാടുമ്പോൾ, ഈ ആർജവം പുറത്തു വരുമ്പോൾ അത് ചിലരെ പൊള്ളിക്കും. ആ പൊള്ളലല്ലേ ഈ ശശികലയുടെയും RSSന്റെ മുതിർന്ന നേതാവിൻ്റെയും രൂപത്തിലൊക്കെ NR മധുവിൻ്റെ രൂപത്തിലൊക്കെ പുറത്തേക്ക് വരുന്നത്. ദിനു. തീർച്ചയായിട്ടും അതെ. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ശശികല എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ കളിക്കുടുക്ക, ബാലരമ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റി, അല്ലെങ്കിൽ തെറിയുടെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മിനിമം ഒരു ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും മണ്ടത്തരങ്ങൾ പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് പട്ടികവർഗ വിഭാഗങ്ങളും റാപ്പും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഒരു മിനിമം ചരിത്രബോധമുള്ള ഒരു അധ്യാപിക ഒരു കാരണവശാലും ഈ പരാമർശം നടത്തില്ല. കാരണം റാപ്പ് മ്യൂസിക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ വളരെ കൃത്യമായി ലോകരാഷ്ട്രങ്ങളിലെ മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ഗ്രിസ്റ്റ് സമ്പ്രദായത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഹിപ്പ് ഹോപ്പിൽ നിന്ന് ഈ പറയുന്ന റാപ്പ് മ്യൂസിക്കിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ റാപ്പ് മ്യൂസിക്കിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം മഹാരാഷ്ട്രയിലെ അംബേദ്കറൈറ്റുകളാണ് റാപ്പ് മ്യൂസിക്കിനെ ഇന്ത്യക്കകത്ത് വളർത്തിയെടുത്തിട്ടുള്ളത്. മഹിഗാനി, ഹരീഷ് കാംബ്ലെ, റാപ്പ് തോളി, സുമീത് സമൂസ് അടക്കമുള്ള ആളുകൾ. സ്വദേശി മൂവ്മെന്റ് എന്ന പേരിൽ മുംബൈയിൽ അഖിലേഷ് സുത്താർ തുടങ്ങിയിട്ടുള്ള മൂവ്മെന്റുകൾ. അറിവ് സൺഡേ സേവും എന്ന് പറഞ്ഞ CA NRC സമരം നടന്ന സമയത്ത് നായാറ് നീയാറ് ഉൻപാത്താൻ എന്തോ ഒരു തോണ്ടിയെടുക്കുമ NRC എന്ന് പറഞ്ഞ NRCക്കെതിരെ നടത്തിയ സമരം. ER അയ്യർ എന്ന് പറയുന്ന റാപ്പർ എക്ലെ ചലോരെ എന്ന് പറഞ്ഞുകൊണ്ട് കർഷക തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടത്തിയ റാപ്പ് മ്യൂസിക്. ഇതെല്ലാം ദളിത് ബഹുജൻ സമൂഹങ്ങളാണ് ഇന്ത്യക്കകത്ത് റാപ്പ് മ്യൂസിക്കിനെ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റിയിട്ടുള്ളത്. ഇവരുടെ ബേസിക് ആയുള്ള പ്രശ്നം എന്താ? കാലാകാലങ്ങളായി ബ്രാഹ്മണിക് ശക്തികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് പാടണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് തൊഴിലെടുക്കണം, ഇതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രാഹ്മണിക്കായിട്ടുള്ള ഫോഴ്സസ് തന്നെയായിരുന്നു. ഇന്ന് അവർക്ക് ആധുനിക ജനാധിപത്യ രാജ്യത്ത് പലപ്പോഴും അതിന് സാധിക്കില്ല. അതിന് സാധിക്കാതെ വരുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് ഇവർ പറയുകയാണ് പട്ടികവർഗക്കാർ തനത് കലയിലേക്ക് പോകണമെന്ന്. നിങ്ങളാണോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്? നോക്കൂ, ഇംഗ്ലീഷ് ഗോഡസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിലെ ബാങ്കയിൽ ദളിതരും ആദിവാസികളും ചേർന്ന് ഒരു ഇംഗ്ലീഷ് ദൈവത്തെയാണ് സൃഷ്ടിച്ചത്. ഞങ്ങൾ ഇവിടെ ലോക്കൽ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന മനുഷ്യരല്ല. നിങ്ങൾക്ക് വേണ്ടി മാനുവൽ സ്കാവഞ്ചിങ് ചെയ്യാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള മ്യൂസിക്കിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ്. അന്താരാഷ്ട്ര ക്വാളിറ്റിയിലുള്ള മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും റാപ്പ് മ്യൂസിക് അടക്കമുള്ള കീഴാള വർഗ്ഗങ്ങളിൽ നിന്ന് വർക്ക് ചെയ്തു വന്നിട്ടുള്ള മ്യൂസിക് പ്രൊഡക്ഷനുകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാറുക. നിങ്ങൾ കൂടുതൽ ഇന്ത്യയിലേക്ക് ചുരുങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നിങ്ങൾ കൂടുതൽ മനുവാദത്തിലേക്ക് ചുരുങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഞങ്ങൾ ഒരു അന്താരാഷ്ട്ര പൗരനാവാനാണ് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ത്യ എന്നാൽ മനുവാദം എന്നർത്ഥമില്ല. ഞാൻ മനുവാദികളുടെ ഇന്ത്യയിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ദേശരാഷ്ട്രങ്ങളെ ഇത്തരം അതിരുകൾ ഭേദിച്ചുകൊണ്ട് യൂണിവേഴ്സൽ പൗരത്വത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടങ്ങുന്ന സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായി പറഞ്ഞത് വേടൻ മാത്രമൊന്നുമല്ല. ഇവിടെയുള്ള ചെങ്ങന്നൂർ ആദിപ്പാട്ടിന്റെ കാലത്ത് പാലുവൻ കോയി എന്ന് പറയുന്ന ശൂദ്ര സമുദായത്തിൽപ്പെട്ട ആളോട് താൻ വേണമെങ്കിൽ വഴിമാറി നടന്നോ തമ്പുരാനെ എന്ന് വളരെ കൃത്യമായി പാട്ടിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാമ്പാടിപ്പാട്ടിനകത്ത് ദൈവനൂല് പൊയ്നൂലാണെന്നും അന്നനൂലാണ് നൂല് എന്ന് വളരെ കൃത്യമായി ബ്രാഹ്മണിക്കായുള്ള ത്രെഡിനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
പൊയ്കയിലപ്പച്ചന്റെ പാട്ടുകൾക്കകത്ത് കാവ്യ വസ്ത്രം ധരിച്ചവരെ, വേദസാരം പഠിച്ചവരെ, പറയൂ പുല പാരിൽ വന്നത് എങ്ങനെയെന്നും ആരിപ്പൂ പട്ടന്മാരെ തെയ്യന്താര, കീറ തുണിയുടുത്തെ തെയ്യന്താര എന്നും വളരെ കൃത്യമായി കൊണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് 1910 മുതൽ നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ധാരയുടെ തുടർച്ച, അതായത് ഈ ധാരയൊക്കെ വിഘടനവാദമാണെങ്കിൽ ഈ ധാരയുടെ തുടർച്ചയാണ് ഞങ്ങൾ ഉയർത്തുന്ന ജനാധിപത്യവാദം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ തൃശ്ശൂരുള്ള ഒരു അമ്പലത്തിൽ ബ്രാഹ്മിൻ കക്കൂസ് എന്നൊരു കക്കൂസ് ഉണ്ടായപ്പം അത് വിഘടനവാദമാണ് ഹിന്ദുക്കൾക്കിടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ശശികല ടീച്ചർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ബ്രാഹ്മിൻ സാമ്പാർ പൗഡറും ബ്രാഹ്മിൻ പുട്ടുപടിയും മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് ജാതി പറഞ്ഞുകൊണ്ട് മാർക്കറ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഇവിടെ വളരെ കൃത്യമായി ജാതീയതയ്ക്കെതിരായിക്കൊണ്ട് ഉപജാതി ബോധത്തിന് കൂടെ എതിരായിക്കൊണ്ട് പാണനും പറയനും പുലയനുമല്ല ഞങ്ങളെന്നും നിങ്ങൾ തമ്പുരാൻ എന്നും ഉറച്ചു പറയുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ജാതി വിഘടനവാദമാവുക? ജാതി വിഘടനവാദത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം തന്നെ നായർ സർവീസ് സൊസൈറ്റിയും ബ്രാഹ്മിൻ സഭകളും അടക്കമുള്ളവ നിരന്തരം നടത്തുന്ന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയെ അനുകൂലിക്കുന്ന ശാസ്ത്രത്തെ നിഷേധിക്കാനാണ് നിങ്ങൾ രംഗത്തിറക്കേണ്ടത്. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അനിഹിലേറ്റ് കാസ്റ്റ് എന്നത് തന്നെയാണ്. ഉറപ്പായും ഈ പറയുന്ന വേടൻ പറയുന്നതിൽ ഒരു കഥയുമില്ലെങ്കിൽ, വേടൻ പറയുന്ന അല്ലെങ്കിൽ വേടം വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ജാതി പ്രശ്നമൊക്കെ ഉണ്ടാവുന്നെങ്കിൽ വേടൻ പാടുന്നതിന് ആൾ കൂടാൻ പാടില്ലല്ലോ. ഇപ്പോൾ KP ശശികല അവിടെ പ്രസംഗിക്കുന്നിടത്ത് ആകെ 9 പേരാണെങ്കിൽ വേടന്റെ അവിടെ കൂടുന്നത് 9000 പേരാ. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ. ഷാവു പ്രസാദ്, ഇവിടെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന വേടന്റെ ആദ്യ ആൽബം, വൈറലായ ആദ്യ ആൽബം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ പറയുന്ന മുറുമുറുപ്പോൾ തുടങ്ങിയതാണ്. അത് ഈ പറയുന്ന പരിവാര ബന്ധുക്കളിൽ നിന്ന് മാത്രമല്ല, അന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് പോലും പ്രശ്നങ്ങളുണ്ടായി. വർഗവാദം എന്നൊക്കെ പറയുന്നതിനെ വിമർശിക്കുന്ന ഇഴകേറി പരിശോധിച്ച ചില പോസ്റ്റുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഷാപ്രസാദ് അന്ന് മുതൽ എതിർക്കപ്പെടുകയാണ്. വേടൻ സോഷ്യൽ മീഡിയയിലും അല്ലാതെ നമുക്ക് അന്ന് മുതൽ എതിർക്കപ്പെടുകയാണ്. പിന്നീട് വനം വകുപ്പ് വരുന്നു. ഈ പറഞ്ഞ 5 ഗ്രാം കഞ്ചാവ് കേസ്, അത് ജയിലിൽ ഇടാൻ മതിയാവുന്നില്ല. പിന്നെ പുലിപ്പൽ എലിപ്പൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം ഭീകരവാദിയെ കൊണ്ടുപോകുന്ന പോലെയൊക്കെയുള്ള ഉള്ള കൊണ്ടുപോകൽ, അവൻ്റെ ശ്രീലങ്കൻ കണക്ഷൻ നോക്കണം എന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു കേരളത്തോട് പറയുക. അതിനുശേഷം ഈ പറയുന്ന വേട്ടയിലും ഈ പറയുന്ന ദിവസങ്ങളൊക്കെ ഷാപ്രസാദ് നോക്കൂ, വേടൻ പാടുന്ന ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ പാടുന്ന വേദികളിലൊക്കെ 10 പേരുടെ കുറവുണ്ടോ? അവിടെ യുവാക്കൾ പുതുതലമുറ ഇരമ്പുകയല്ലേ? ആ ഇരമ്പുന്നവരിൽ പട്ടികജാതിക്കാർ മാത്രമാണോ? അല്ല. ആ ഇരമ്പുന്നവർ ഹിന്ദുക്കൾ മാത്രമാണോ? അല്ല. മുസ്ലിങ്ങൾ മാത്രമാണോ? ക്രൈസ്തവർ മാത്രമാണോ? എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഭാവിയായിട്ടുള്ള കുട്ടികൾ അത്രയും അവിടെ കൂടി നിൽക്കുകയാണ്. വേടനെ കാണാൻ കാത്തു നിൽക്കുകയാണ്. 5000 പേരുള്ള സ്റ്റേഡിയത്തിൽ 50,000 പേര് ഇരമ്പുകയാണ്. അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് വേടന്റെ വാക്കുകൾക്ക് അത്ര സ്വീകാര്യത എന്നാലോചിക്കണ്ടേ ഷാബു? ഹാഷ്മി, ഇവിടെ ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ പറഞ്ഞു, ഹാഷ്മിയും പറഞ്ഞു, കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ഞാനതൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നടക്കുന്നത് എവിടെയാണ് ഹാഷ്മി? ഇത് നടക്കുന്നത് ഇവിടെ എല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി കൊട്ടിഘോഷിക്കുന്ന മതേതരത്വത്തിൻ്റെയും അങ്ങനെയുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളുടെയും ശ്രീകോവിലായ ഈ കേരളത്തിലാണ് നടക്കുന്നത്. ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അതിഭീകരമായ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നു, അതിനെതിരെ വേടൻ ശബ്ദിക്കുന്നു എന്നൊക്കെ. ഇങ്ങനെ ഈ രീതിയിൽ ഈ 21-ാം നൂറ്റാണ്ട് 25 പിന്നിടുമ്പോഴും ഈ കേരളത്തിൽ നിന്ന് വേടന് ഇവിടുത്തെ ആ സാമൂഹ്യ ഭീഷണിയെപ്പറ്റി, ഈ ജാതി ഭീകരതയെപ്പറ്റി അല്ലെങ്കിൽ ജാതി വിവേചനത്തിനെ പറ്റി ഇതുപോലെ പ്രതികരിക്കേണ്ടി വരുന്നു എങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? ഇവിടെ എന്തായാലും BJP ഭരിച്ചിട്ടില്ലല്ലോ. 10-75 വർഷം ഇവിടെ മാറി മാറി ഭരിച്ച ഈ ഇടത് വലത് മുന്നണികൾ, കോൺഗ്രസും CPM-ഉം ഒക്കെ ഇവിടെ എന്ത് സാമൂഹ്യ മുന്നേറ്റത്തിനാണ് വളമിട്ട് കൊടുത്തിട്ടുള്ളത്? എന്ത് സാമൂഹ്യ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്? ഈ 75 വർഷം കഴിഞ്ഞും ഇവിടെ ഭീകരമായ ജാതീയത നിലനിൽക്കുന്നുവെന്നുണ്ടെങ്കിൽ, ഇത്ര വലിയ ജാതി വിവേചനം നേരിടുന്നുവെന്നുണ്ടെങ്കിൽ, ഈ കേരളം നിങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ ഹിരൺദാസ് മുരളി വേടൻ അനുഭവിച്ചു വന്ന ആ തീഷ്ണ യൗവനത്തിൻ്റെ തീഷ്ണ ബാല്യങ്ങളെ പറ്റിയൊക്കെ ഹാഷ്മി ഒരുപാട് വാചാലനായല്ലോ ഇവിടെ. ആ തീഷ്ണ ബാല്യങ്ങളൊക്കെ കടന്നുപോയത് ഈ പ്രബുദ്ധ കേരളത്തിൽ ഇവരൊക്കെ ഭരിച്ചു സ്വർഗവാക്കിയ കേരളത്തിലാണ് ഹാഷ്മി. ഇവിടെ RSS ഭരിച്ചിട്ടില്ല, ഇവിടെ BJP ഭരിച്ചിട്ടില്ല. പിന്നെ സംഘത്തിന്റെ പ്രശ്നം എന്താണ് പറയുന്നു? BJPക്ക് ഇവിടുത്തെ ജനങ്ങൾ പുല്ലുവില കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാനതല്ല ചോദിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് കേൾക്കൂ. ഈ വേടനെ അറസ്റ്റ് ചെയ്തത്, അയാൾ കഞ്ചാവ് വലിച്ചതിന് അറസ്റ്റ് ചെയ്തത് കേരള പോലീസ്, അയാൾ പുലിനഖം ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തത്, പീഡിപ്പിച്ചത് കേരള സർക്കാരിൻ്റെ വനം വകുപ്പ്. ഇതിനൊക്കെ RSS മറുപടി പറയണമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ RSS കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമാണെന്നിത്?
ഇല്ല, അത് പിന്നെ അതിന് ഇവിടെ വന്നിരുന്ന് ഇപ്പൊ താങ്കൾ ഈ പറയുന്നത് പിന്നോക്കക്കാരുടെ ഇപ്പൊ താങ്കൾ പറയുന്നത് ഈ പറയുന്ന വികസന വാചാടോപങ്ങൾക്കപ്പുറം, ഈ പറയുന്ന അടിസ്ഥാന വർഗ ക്ഷേമത്തിന്റെ ഈ പറയുന്ന പാൽപ്പായസം എന്ന് പറയുന്നതിനപ്പുറം പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നത് വിശാലമായ രാഷ്ട്രീയ ചർച്ചയാണ്. അതിൽ വേടൻ പറയാനുള്ളത് വേടൻ അവന്റെ വാക്കുകൾ കൂടി പറയുന്നു. അത് കുട്ടികൾ കേൾക്കുന്നു, ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക, അത് വേറൊരു മേഖലയാണല്ലോ. ആ വേടനുമായി നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുള്ള പ്രശ്നം എന്താണ് ഷാബു, അത് പറയൂ. ഇല്ല, ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവിടെ നടക്കുന്ന ഒരു സാമൂഹ്യപരമായ ചർച്ചയിൽ ഇവിടുത്തെ സംഘപരിവാറിൽ പെട്ട ആൾക്കാർ അവരവരുടേതായ രീതിയിൽ പ്രതികരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിക്കാനുള്ള അവകാശം, ഈ പ്രതികരിക്കാനും അഭിപ്രായം പറയാനുള്ള അവകാശം വൺ വേ ട്രാഫിക്കൊന്നും അല്ല ഹാഷ്മി. ഇതെല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന ഞാനും ഈ നാട്ടിലെ ജനം എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ആളാണ്. ഞാനും ടാക്സ് കൊടുക്കുന്ന പൗരനാണ്. ആ പൗരനായ ഞാനും ഈ കേരള സമൂഹത്തിൻ്റെ ഭാഗമാണ്. എനിക്കും ഇവിടെ പ്രതികരിക്കാൻ, എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് ഫാക്ച്വലാവണ്ടേ ഷാവു പ്രസാദ്? തള്ളിക്കളയാം, വിമർശിക്കാം. അല്ല, അത് ഫാക്ച്വലാവണ്ടേ ഷാവു പ്രസാദ്? ഇവിടെ ഏതെങ്കിലും സൈബറിടത്തിൽ പറയുന്നതല്ല. RSSന്റെ സൈദ്ധാന്തികനായ അല്ലെങ്കിൽ ഗുരു എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഒരു വേദിയിൽ നിന്ന് പറയുകയാണ് വേടൻ ജിഹാദി പണത്തിന്റെ പങ്കുപറ്റുന്ന ആളാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? NR മധു, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പറയുന്നേക്കൂ, വേടന്റെ വരികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇവിടെ ലങ്കയിൽ ദാഹം തീരാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നു. അവരഞ്ഞ ആരാണ് ആ ദാഹം തീരാത്ത പുലികൾ? ഇവിടെ ഇരിക്കുന്ന രാജു പി നായരുടെ നേതാവ് രാജീവ് ഗാന്ധിയെ പച്ചയ്ക്ക് പൊതുജന മധ്യത്തിൽ നിഷ്ഠൂരമായിട്ട് കൊന്ന LTTE. ആ LTTE ആണ് ഈ വേടൻ വെള്ളപൂശുന്നത്. ആ LTTE ആണ് വേടൻ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ജിഹാദി പണത്തിന്റെ പങ്കുപറ്റുകാരൻ എന്നൊരു തെളിവുണ്ടോ നിങ്ങളുടെ നേതാവിന്? നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ ശ്രീ ഷാബു? അതിന് ജിഹാദി പണത്തിന്റെ പങ്കുപറ്റുന്നവനാണ് 29-കാരനായ യുവാവ് എന്ന് നിങ്ങൾ പറയുന്നതിന് വസ്തുതയുണ്ടോ? വേടൻ LTTE ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനത്തെ രാജീവ് ഗാന്ധിയുടെ കൊലയാളികളെ പച്ചയ്ക്ക് ഇവിടെ നിന്ന് ന്യായീകരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അയാളുടെ വരികളിൽ വിഘടനവാദമുണ്ട്, അയാളുടെ പിന്നിൽ വിഘടനവാദ ശക്തികളുണ്ട് എന്ന് അനുമാനിക്കാൻ, എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, സാമാന്യ ബുദ്ധി മതി. ഷാബു വിചാരിക്കുന്നുണ്ടോ, ഷാബു വ്യക്തിപരമായി വിചാരിക്കുന്നുണ്ടോ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർക്ക്, ഒരു പാട്ടുകാരന് പാകിസ്ഥാനിൽ ജിഹാദി പണത്തിന്റെ പങ്ക് വരുന്നുണ്ട് എന്ന് ഷാബു വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈ രീതിയിൽ നോക്കൂ, ഇപ്പം അയാൾക്ക് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു, പറയുന്നത് കേൾക്കൂ, അയാൾക്ക് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ പോലുള്ള എൻ്റെ കുഴപ്പമായിരിക്കാം. ഇപ്പോൾ ഒരുപക്ഷെ ഹാഷ്മിക്കും രാജു പി നായർക്കൊക്കെ അയാളെ വർഷങ്ങളായിട്ട് അറിയാമായിരിക്കാം, എനിക്കറിയില്ലായിരുന്നു. ഈ വിവാദങ്ങളിലൂടെയാണ് ഞാൻ വേടനെ ശ്രദ്ധിച്ചത്. വേടൻ എന്ന് പറഞ്ഞ ആളിനെ ശ്രദ്ധിച്ചതും അയാളുടെ പാട്ടുകളും വരികളും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ 1-2 ആഴ്ചയായിട്ടുള്ളൂ. എനിക്കറിയില്ലായിരുന്നു. ഇവിടെ എത്ര പേർക്ക് അദ്ദേഹത്തിനെ വളരെ ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയുമായിരുന്നു എന്നുള്ള എനിക്കറിയില്ലായിരുന്നു. അതുപോലെ എന്നെപ്പോലെ ഞാൻ സംസാരിക്കുന്ന ഒരുപാട് പേർക്കറിയില്ലായിരുന്നു. ഇന്നലെ ഞാൻ വേറൊരു ചാനലിലുണ്ടായിരുന്നു, മനോരമയിലുണ്ടായിരുന്നു. അവിടുത്തെ അവതാരകൻ പറഞ്ഞത് ഞാനിത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഈ സംഭവമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കാര്യം ഞാനും നിങ്ങളും ഇവരും മാത്രമൊന്നും അല്ലല്ലോ കേരള സമൂഹം, ശരി, അംഗീകരിക്കുന്നു. ഈ കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കഞ്ചാവ് ഇപ്പോൾ എത്ര ഗ്രാമായാലും 1/2 ഗ്രാമായാലും 1 ഗ്രാമായാലും കുറ്റകൃത്യമാണത്. മയക്കുമരുന്ന് കുറ്റകൃത്യമാണ്. അങ്ങനെ കുറ്റകൃത്യം ചെയ്ത ഒരാൾ ഒരൊറ്റ ഈ സംഭവത്തോടുകൂടി പെട്ടെന്ന് ഈ നാട്ടിൽ മുഴുവൻ ഹീറോയായി, ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ ഹീറോയായി. ഹീറോ ആവുന്നതാണോ പ്രശ്നം? NR മധുവിന്റെയും ശശികലയുടെയും പ്രശ്നം ആ ഹീറോ ആവലാണ്, അതാണ് പ്രശ്നം. ശരി, വിട്ടേക്കോ. അതല്ല ഇയാളുടെ ആക്ഷൻസ്, ഈ മനുഷ്യന്റെ ആക്ഷൻസ്, ഈ മനുഷ്യന്റെ വരികള്, ഇതെല്ലാം വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതൊരു കൊതിക്കറിവെന്നും അസൂയെന്നൊക്കെ പറയും. ഒരു പയ്യൻ നന്നാവുന്നതിൽ അവൻ പാട്ടുപാടി പണം ഉണ്ടാക്കുന്നതിൽ, അവന്റെ പാട്ട് കേൾക്കാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തടിച്ചുകൂടുന്നതിൽ, അവൻ വൃത്തിക്ക് നടക്കുന്നതിലുള്ള കണ്ണുകടി എന്നുകൂടി പറയും. താങ്കൾ ഈ പറഞ്ഞതിന്റെ വേറൊരു ഭാഷ. അവൻ ഹീറോ ആയി, അതാണ് പ്രശ്നമെങ്കിൽ. എൻ്റെ ഹാഷ്മി 3.5 കോടി ജനങ്ങളുള്ള കേരളമാണിത്. ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർ നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്, ജീവിക്കുന്നുമുണ്ട്.
ഇതൊന്നും നോക്കാനല്ല. ഒരാൾ നല്ല രീതിയിൽ നടന്നാൽ അന്ന് അവനെ ഒന്ന് ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് നടക്കലൊന്നും അല്ല ഇവിടുത്തെ ആൾക്കാരുടെ പണി. നിങ്ങൾ വേറെ ഏതോ ലോകത്തിരുന്നാണ് ഈ സംസാരിക്കുന്നത്. പിന്നെ ഒന്നുമല്ല, ഒരു ജാതിപ്പേരും തൂക്കിയിട്ടോണ്ട് അതിൻ്റെ അകത്ത് ആ ഐഡൻറ്റിറ്റിയിൽ അഭിമാനിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ജാതിക്കെതിരെ സംസാരിക്കുന്നതിനേക്കാൾ വലിയ കോമാളിത്തരം വേറൊന്നുമില്ല. അത് രാജീവ് പിന്നാർക്കുള്ള ഒളിയമ്പാണെന്ന് തോന്നുന്നു. പോട്ടെ, അത് രാജീവ് പിന്നാർക്കുള്ള ഒളിയമ്പാണെന്ന് തോന്നുന്നു. പോട്ടെ, രാജീവ് പിന്നാർ അതിന് മറുപടി പറഞ്ഞോളൂ. സിറിയാനിൻ മാറിലെ മുറിവ്, കുറിയാനിൻ മീതെ കഴുകന്മാർ, ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലയുന്നു എന്തൊക്കെ വേടന പാടുന്നത് ഏത് പാട്ടിലാണ്? ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടിലാണ്. അവന് രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടാണെന്ന് തോന്നുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ലങ്കയിൽ എന്തോ ദാഹിച്ചാരോ നടന്നു, അത് കാരണം വേടൻ ജിഹാദികളുടെ പണം പറ്റിയവൻ. അതെന്ത് ഇക്വേഷനാണ് രാജീവ് പിന്നാർ? ആഷ്മി, എനിക്ക് സത്യം പറഞ്ഞ സഹതാപം തോന്നുന്നതാണ്. ഇപ്പം എൻ്റെ പേരെടുത്ത് എൻ്റെ പേര് ഞാൻ ഇന്ന ആളാണെന്നുള്ളൊരു പേര് പറയുന്നത് മാത്രം. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയമാണ്. പേരെന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ആൾക്കാരെല്ലാം കൂടി വന്നിട്ട് നായരുടെ വെട്ടിക്കളഞ്ഞ് നായ ആക്കണം എന്നാണല്ലോ. ഞാനൊരു നായയെ എൻ്റെ മകനെ പോലെ വീട്ടിൽ വളർത്തുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ നായെന്ന് വിളിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ എന്നിൽ അവനെയും ഞാൻ കാണുന്നൊരുത്തനാണ്. എനിക്ക് കാണാൻ പറ്റാത്തത് സംഘപരിവാറിനകത്ത് എന്നിൽ സംഘപരിവാറിനെയാണ് കാണാൻ പറ്റാത്തത്. അതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. അതുകൊണ്ട് നിങ്ങൾ നായ എന്ന് വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. സംഘപരിവാറുകാരൻ ഹിന്ദുത്വ തീവ്രവാദി തന്നെ വിളിച്ചാൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതാണ് എൻ്റെ രാഷ്ട്രീയം. അത് ഷാവു പ്രസാദ് ആദ്യം മനസ്സിലാക്കുക. രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞ ഒരു തിരുത്ത് ഞാൻ അംഗീകരിക്കുന്നു. ആ വിശാല അർത്ഥത്തിൽ ഒരു ബ്രാഹ്മണ്യമല്ല ബ്രാഹ്മണിക്കലാണ് എന്ന് നമ്മൾ പറയുന്നതിന് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം ബ്രാഹ്മണരായിട്ട് ജനിച്ചവരെല്ലാം ഈ പറയുന്ന നവോത്ഥാനത്തിൽ നിന്ന് മാറിയുന്നവരല്ല. നമുക്കറിയാം സവർണ ജാഥ നടത്തിയ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള നമുക്കുണ്ട്. അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുകയാണ്, ഞാനത് തിരുത്തുകയും ചെയ്യുകയാണ്. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോൾ LTTയുടെ വിഷയം പറയുന്നു. നോക്കൂ, അവിടെ ശ്രീലങ്കയിലെ തമിഴരെ കുറിച്ച് പറഞ്ഞാൽ അത് LTT ആണെന്ന് ഇവരെങ്ങനെ ചിന്തിക്കുന്നത്? ശ്രീലങ്കയിലെ തമിഴരെ കുറിച്ച് പറഞ്ഞാൽ അത് LTT ആണെന്ന്, അവിടുത്തെ തീവ്രവാദത്തെക്കുറിച്ചല്ലോ, അവരുടെ അവകാശങ്ങളെ കുറിച്ചല്ലേ. അത് അത്തരത്തിൽ മനസ്സിലാക്കാൻ ഞാൻ കൊണ്ട്. പിന്നെ രാജീവ് ഗാന്ധിയെ കൊല ചെയ്ത LTTയുടെ കുറ്റവാളികളോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ച മാനവികതയുടെ പ്രതീകങ്ങളാണ് കോൺഗ്രസ്. അറിയോ? സ്വന്തം ഭർത്താവിനെ കൊല ചെയ്ത ആ തീവ്രവാദികൾക്ക് മാപ്പ് കൊടുക്കുകയും അവരുടെ വധശിക്ഷ ഒഴിവാക്കണം എന്ന് പറയുകയും ജയിലിൽ പോയി സ്വന്തം അച്ഛനെ കൊന്ന ആളെ കെട്ടിപ്പിടിച്ച് അവരോട് കരഞ്ഞ് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ മാനവികതയുടെ പ്രതീകങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ. നിങ്ങൾക്ക് മനുഷ്യനെ മതത്തിന്റെ പേരിൽ കൊല്ലണമെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ആ മാനവികതയൊന്നും മനസ്സിലാവില്ല. പിന്നെ നോക്കൂ, ഇവിടെ വിഘടനവാദത്തെ കുറിച്ച് പറയുന്നു. ഹാഷ്മി, ആരാണ് ഇവിടുത്തെ വിഘടനവാദികൾ? ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ഇപ്പോഴും പറയുന്ന സംഘപരിവാറാണോ വിഘടനവാദികൾ? അതോ ദളിതന്റെ രാഷ്ട്രീയം ഈ മുഖ്യധാരയിലേക്ക് എത്തണം എന്ന് പറയുന്ന ദളിതരാണോ വിഘടനവാദികൾ? ആരാ വിഘടനവാദികൾ? ആരാ ജാതി ഭീകരവാദികൾ? വൈക്കം അമ്പലത്തിന്റെ ചുറ്റുപാടും കൂടി നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആശയമാണോ ജാതി ഭീകരത? പഞ്ചമിയെ പിടിച്ചുകൊണ്ടുപോയി സ്കൂളിലിരുത്തിയപ്പോൾ ആ സ്കൂൾ ഊരുട്ടമ്പല സ്കൂള് കത്തിച്ചതാണോ ജാതി ഭീകരത? ഈ ഉന്നാവിൽ ചത്ത പശുവിന്റെ തൊലി ഒരിച്ച് അതിന്റെ പേരിൽ ഒരു വാഹനത്തിൽ കെട്ടിയിട്ട് ഇരുമ്പ് തണ്ട് കൊണ്ട് അടിച്ചതാണോ ജാതി ഭീകരത? ഈ ജാതി ഭീകരത ആരെല്ലാം ഉള്ളത്? അത് ഇവിടുത്തെ സവർണ ഹിന്ദുത്വത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് പൊള്ളുന്നത്. പിന്നെ വേടൻ കേരളത്തിനകത്ത് നിന്ന് ദളിത് രാഷ്ട്രീയം പറയാൻ പറ്റുമോ? ഞാൻ എന്തിനാ ദേശീയ രാഷ്ട്രീയം പറയുന്നത്? ഞാൻ എന്തിനാ അന്താരാഷ്ട്രീയ രാഷ്ട്രീയം പറയുന്നത്? നമ്മളെല്ലാവരും രാഷ്ട്രീയം പറയുന്നത് നമ്മുടെ എന്തിനാണ്? അതിൽ ജന്മജന്മാന്തര ബന്ധമൊന്നും വേണ്ട. എനിക്കും നരേന്ദ്രമോദിക്കും തമ്മിൽ ജന്മജന്മാന്തര ബന്ധം ഉണ്ടായിട്ടല്ല ഞാൻ അയാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. ഞാനും രാഹുൽ ഗാന്ധിയും തമ്മിൽ ജന്മജന്മാന്തര ബന്ധം ഉണ്ടായിട്ടല്ല തികഞ്ഞ മതേതരവാദിയും തികഞ്ഞ മാനുഷികനും എന്ന് ഞാൻ അയാളെ വിളിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളാണ്. ആ രാഷ്ട്രീയ ബോധ്യങ്ങളാണ് ഷാവു പ്രസാദെ ചർച്ച ചെയ്യപ്പെടുക. പിന്നെ ഇവര് നോക്കൂ, ഈ ഗോത്ര രൂപങ്ങളെ മാറ്റുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഹാഷ്മി ഒരു സ്റ്റോറി ചെയ്യണം. വയനാട് പോകണം. വയനാട് ഇപ്പൊ ബത്തേരിയിൽ ഒരു ക്ഷേത്രത്തില് അവിടുത്തെ BJP-ക്കാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ദൈവങ്ങളെ ഉൾപ്പെടെ മാറ്റിയൊരു സംഭവം അവിടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഊരുകളിൽ BJP-യുടെ ആൾക്കാർ കടന്നു ചെന്ന് RSS കടന്നു ചെന്ന് അവരുടെ മാരിയും അതുപോലെ തന്നെ ഒപ്പത്തൊലിയനും അഞ്ചിലേനും മലക്കോടനെയും പോലുള്ള ദൈവങ്ങളെല്ലാം മാറ്റി ഗണപതിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ കയറിയിട്ട് ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അവര് മറ്റേ വാഴയിൽ വെണ്ണീര് കൊണ്ട് വിളക്ക് കത്തിച്ചവരെ മാറ്റി ഇന്ന് വിളക്കും കിണ്ടിയും മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ഗോത്ര സംസ്കാരത്തെ മുഴുവൻ
രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വക്താവാണ് ശരി രാഹുൽ പ്രസാദ്. ശരി രാജു, താങ്കൾ പറഞ്ഞത് ഗുരുതര ആരോപണമാണ്, നമുക്ക് നേരിട്ടറിയില്ല. ശരി, നമുക്ക് നേരിട്ടറിയാത്ത കാര്യമാണ്. താങ്കൾ പറഞ്ഞത് ഗുരുതര ആരോപണമാണ്. ശരി, നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. ശ്രീ രാജു പി നായർ. ഞാൻ അങ്ങേ ഓക്കെ, ഓക്കെ. ഞാനും വയനാട് എനിക്ക് അറിയാം എന്നുള്ള അറിയാലോ. ആഷ്മി വന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നാൽ ഞാൻ വയനാട് കൊണ്ടുപോയി ആദിവാസി ഊരുകളിൽ കൊണ്ടുപോയി ഞാൻ ഇത് സംബന്ധിച്ച് കഴിയുമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. നല്ല സ്റ്റോറി ആയിരിക്കും. തുടങ്ങാൻ പോവുകയാണ്. നോക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ശ്രീലങ്കയിലെ പുലികളെ LTT-ക്കാരെ വേടൻ ഗ്ലോറിഫൈ ചെയ്യുന്നൊക്കെ വെറുതെ പറയുന്ന ആ പാട്ടിന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമി ഞാൻ വാഴുന്നിടം, അല്ലെങ്കിൽ ഭൂമി എന്നാണ് അതിന്റെ വാക്ക് എനിക്ക് അതിൽ പറയുന്നത്. തുടങ്ങുന്ന സിറിയാനിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചേരിപ്പെന്ന് പറഞ്ഞിങ്ങനെ വന്ന് മെക്സിക്കൻ കനവുകളായിരം ഒരു മുതലാലെ ആര് തടുപ്പു, ഇലങ്കയിൽ പുലികളിനിയും ദാഹം മാറാതെ ഓടി നടപ്പു, കോങ്കോനിൻ ഖനികളിലായിരം കുരുന്നു ജീവൻ നൊന്തുമരിപ്പു, സൊമാലിയൻ ബാല്യങ്ങൾ കുടുനീര് തേടി പല കാതം താണ്ടി, മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമെന്തി ചുടുചോര മോന്തി എന്നിങ്ങനെ പറഞ്ഞു വന്ന ഏറ്റവും ഒടുവിൽ അവിടെ മെഡിറ്ററേനിയൻ കടലിൽ കമന്നു മരിച്ചു കിടന്നൊരു വേദന, അയലിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിന് ആഴമളന്നു, ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകമായി മാറുന്നിടം എന്ന് പറയുന്ന ഭൂമിയിലെ മൊത്തം അസ്വസ്ഥത പറയുന്ന അതിലെവിടെയാണെന്ന് ഈ പുലികളെ ഈ പറഞ്ഞ ഗ്ലോറിഫൈ ചെയ്യുന്നത്? ചുമ്മാ പറയുന്നതല്ലേ? ഹാഷ്മി 2-3 കാര്യങ്ങൾ. ഒന്ന്, LTT-യെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. 1983 മുതൽ 87 വരെ ഇന്ത്യ ഗവൺമെന്റും റോയുമാണ് LTT-യെ ട്രെയിൻ ചെയ്തിരുന്നത്. ലോകത്തിലെ ഏറ്റവും മോശം സംഘടനയാണ് നമ്മൾ. പിന്നെ അവർക്ക് വഴിതെറ്റി നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയെ കൊന്നു എന്നുള്ള സത്യമാണ്. 4 വർഷം അവരെ ട്രെയിൻ ചെയ്തിരുന്നത് നമ്മളാണെന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോകരുത്. അപ്പം അവിടെയാണ് അത് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഇവിടെയാണ് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ആരെയും ചാപ്പയടിച്ചു മാറ്റാൻ ഉള്ളൊരു ടൂൾ ആകരുത് ഇത്തരം കാര്യങ്ങൾ. അത് ജിഹാദി ആണെങ്കിലും LTT ആണെങ്കിലും. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി ആരെന്നറിയോ ഹാഷ്മി? കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇന്ത്യയിലെയും ഈ ലോകത്തിലെയും ഏറ്റവും വലിയ ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു. അത് പറയുന്ന ആരാന്നറിയാം? മോദിജിയുടെ അടുത്ത സുഹൃത്തായ MJ അക്ബർ. ഇന്ന് ആ MJ അക്ബർ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുക. MJ അക്ബർ നരേന്ദ്രമോദി സർക്കാരിൽ 2 വർഷം മന്ത്രിയായിരുന്നു. അദ്ദേഹം പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി നമ്മുടെ മഹാത്മാഗാന്ധിയാണ്, രാഷ്ട്രപിതാവെന്നാണ്. ഏറ്റവും നല്ല ക്രിസ്തുമാർഗിയും നമ്മുടെ ഗാന്ധിജി തന്നെയാണ്. അപ്പൊ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വഴിയാണ് മതവും വിശ്വാസവും എല്ലാം. ഈ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകണം. അപ്പൊ നേരത്തെ പേരിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുക, എന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പെരിയമൻ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ നമ്പൂതിരി എന്നാണ്. ഞാൻ പലപ്പോഴും ബാൽ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. ഞങ്ങളുടെ പൂർവികരുടെ വീട്ടിൽ മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ചില അൾട്രാ കൺസർവേറ്റീവായ ആൾക്കാർ ചോദിച്ചു, ഗാന്ധിജി ബ്രാഹ്മണനാണോ? അപ്പൊ എന്റെ മുത്തശ്ശൻ പറഞ്ഞതായി മുത്തശ്ശൻ ഇപ്പോഴും പറയുന്നത്, ബ്രാഹ്മണനല്ല, ഈശ്വരനാണ് വരുന്നത്, സാക്ഷാൽ ദൈവമാണ് വരുന്നതെന്നാണ്. അപ്പോൾ നമുക്കൊരു മധ്യവർത്ത സംസ്കാരമുണ്ട്, ഒരു മിഡിൽ പാത്തിന്റെ കൾച്ചറുണ്ട്. ബുദ്ധൻ അതിനെ മധ്യമാർഗം എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ എക്സ്ട്രീംസിലേക്ക് പോകാതെ എല്ലാരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സംസ്കാരം. അവിടെയാണ് ഡിനുവിനോട് ഒരു അഭിനന്ദനവും ഒരു വിമർശനവും പറയാൻ ആഗ്രഹിക്കുന്നത്. ഡിനു മറന്നുകൂടാത്തത് ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ കാലിൽ തൊട്ടുഴുത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്ന് സവർണ ജാഥയാണ്. അത് നടത്തിയത് NSS ആണ്. അത് നടത്തിയത് ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. അവരെ അടക്കം മറന്നു പോകരുത്. നമ്മളൊരു നെറേറ്റീവ് മുമ്പോട്ട് വെക്കുമ്പോഴുള്ളതാണ്. തന്റെ സമുദായത്തിൽപ്പെട്ട നായർ കുട്ടികളെ മാറ്റി പിന്നോക്ക കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത മന്നത്തുനെ കുറിച്ച് വ്യത്യസ്ത ജാതി സമുദായങ്ങൾ അഭിമാനത്തോടെ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻ. ഇപ്പൊ എന്റെ അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ്, ബ്രാഹ്മണ സഭയുടെ. അവരിപ്പം വയനാട്ടിൽ ഒരു വീടുണ്ടാക്കി കൊടുത്തു. ഒരു ബ്രാഹ്മണനല്ല കൊടുത്തത്, വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടൊരു വ്യക്തിക്കാണ്. അപ്പൊ ഈ നന്മകൾ കാണാതെ എല്ലാരെയും ഒരു ചാപ്പ കുത്തു അല്ലെങ്കിൽ ഒരു അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി ഡിനുവിനുണ്ടെന്നല്ല, അങ്ങനെയുള്ള ഒരു പ്രവണത നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇനി 2 വിഷകല തുടങ്ങിയ പ്രയോഗങ്ങൾ ഡിനു പ്രയോഗിക്കാത്തതിന് ഡിനുവിനോടൊരു സ്നേഹവും കൂടെ പറയാണ്. ഡിനു ശശികല ടീച്ചർ എന്ന് തന്നെ എടുത്തു പറയുന്നതിന് ഒരു സ്നേഹമുണ്ട്. കാര്യം ശശികല ടീച്ചർ നമ്മളെക്കാട്ടി എല്ലാം പ്രായമുള്ള ഒരു വ്യക്തിയാണ്, ബഹുമാനിക്കണം. ടീച്ചറുടെ നിലപാടുകളെ നമുക്ക് എതിർക്കാം. ഞാൻ ടീച്ചർക്കെതിരെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. ടീച്ചറിനോട് അയ്യപ്പന്റെ കാര്യത്തിൽ യോജിപ്പാണ്, വാവറുടെ കാര്യത്തിലാണ് വിയോജിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂവാൻസ്ഡ് ഡിബേറ്റ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ സംസാരിക്കണ്ടേ രാഹുൽ? കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയല്ലേ, കുറച്ച് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കഞ്ചാ ഡാഷ് എന്ന വാക്കൊക്കെ ചെറുത്. ടീച്ചറുടെ ആർക്കൈവ്സ് പറഞ്ഞാൽ പിന്നെ ഉണ്ട് ഒരുപാട്. അല്ല ഹാഷ്മി, ശ്രദ്ധിച്ചോന്നറിയില്ല, കഴിഞ്ഞ ആഴ്ച ടീച്ചർ എന്നെ കുറിച്ച് പറയുണ്ടായി, രാഹുൽ ഈശ്വർ പൂണൂല് കത്തിച്ച് കളയണം, തീയിലോട്ട് ഇടണമെന്നൊക്കെ. ഞാൻ ബഹുമാനപുരസരമാണ് ടീച്ചർക്ക് മറുപടിയും പറഞ്ഞത്. അവിടെയാണ് ടീച്ചറിനോട് നിലപാടുകളിൽ വ്യത്യാസമുണ്ട്. ടീച്ചർ എന്ന സ്ത്രീയെ, അമ്മയെ, ടീച്ചറിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വരി മാത്രം. ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മതസൗഹാർദ്ദമാണ്. ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ ജാതീയതയാണ്. അപ്പം ഒരുപാട് മതങ്ങൾക്ക് ഇന്ത്യ സ്വാഗതം അരുളിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും ജാതിയുടെ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റിയെന്നൊരു തിരിച്ചറിവ് നോക്കുക
വേണം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി നിനക്കൊക്കെ വട്ടാണ്, കേരളം ഭ്രാന്താലയമാണെന്ന് പറയുന്നത്. ഈ ജാതീയതയുടെ കാര്യത്തിൽ ഇന്നും ഒരു പോസിറ്റീവ് സമീപനം, ഉൾക്കൊള്ളുന്ന സമീപനം, ഇനിയും വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ വന്നാൽ പോലും അവരോട് സ്നേഹത്തിലും ബഹുമാനത്തിലും സംസാരിച്ച് ഒരുമിച്ച് നിർത്തുന്ന ഒരു സമീപനം ഗാന്ധിജി ചെയ്ത പോലെ എടുക്കണം. അവിടെയാണ് ഡിനു ഞാനും തമ്മിൽ വിയോജിപ്പ്. ഡിനു അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അംബേദ്കറുടെ നിലപാടാണ് വെക്കുന്നത്. ഞാൻ ഗാന്ധിയനാണ്, ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ വ്യത്യസ്ത സമുദായങ്ങളുടെ ഹാർമണൈസേഷൻ ആണ് വെക്കുന്നത്. ഈ രണ്ട് നിലപാടുമാകാം. ഇപ്പം രാജു പി നായർ സാറിനും ഡിനുവിനും ഒക്കെ ഉള്ളൊരു നിലപാടെന്ന് പറഞ്ഞാൽ ഈ അനൈലേഷൻ ഓഫ് കാസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങളൊക്കെ മുമ്പോട്ട് വെക്കുന്നത് ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ്. വിശാലാർത്ഥത്തിൽ ഷാബു പ്രസാദ്ജിയും അത് എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ് കുറെ കൂടെ പ്രാക്ടിക്കലും യാഥാർത്ഥ്യ ബോധവും ഉള്ളത്. അപ്പം അത്തരം ന്യൂആൻസ്ഡ് ഡിബേറ്റ്സിന് ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഈ NSSും യോഗക്ഷേമ സഭയും അല്ലെങ്കിൽ SNDPയും അടക്കം എടുത്ത വലിയ നിലപാടുകൾ എല്ലാവരെയും പറയുമ്പോൾ അവരെയും കൂടി ഒഴിവാക്കരുതെന്നും കൂടി ഡിനുവിനോട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ ദിനു, ഇവിടെ ഈ കുരുപൊട്ടുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഭാഷയാണ്. നമുക്കങ്ങനെ ടീച്ചർ ശശികല നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാക്ക് സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പോൾ കഞ്ചാവിൻ്റെ കൂടെ ചേർത്ത ആ വാക്ക്, മറ്റേൻ്റെ കൂടെ ചേർത്ത ആ വാക്ക്, നന്മയുടെ കൂടെ ചേർത്ത ആ വാക്ക് തെരുവാക്കാണ് എന്നറിഞ്ഞോ അറിയാതെയൊക്കെ പറയുന്നതാണ്. ഇത് ഇവിടെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന എന്താണ് നരിവേട്ടയ്ക്കകത്തെ വേടൻ്റെ പാട്ടിൽ പറയുന്ന ഒരു വരി ഇങ്ങനെയാണ്: കാട്ടുമരത്തിൻ്റെ മനമുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞ് എന്നാ പാടുന്നേ. അപ്പോൾ കുരുപൊട്ടിക്കാൻ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ കുരുപൊട്ടാതെ എന്ത് ചെയ്യും ദിനു? ഞാൻ രാഹുൽ ഈശ്വർ ഉദ്ദേശിച്ച പോലെ ശശികല ടീച്ചർ എന്ന് വിളിച്ചത് അവരോട് എന്തെങ്കിലും ആദരവ് ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ടെങ്കിലും അവർക്ക് ടീച്ചറാണെന്ന് സ്വയം ആലോചിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ഓർത്തോട്ടെ അവർ ടീച്ചറാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശശികല ടീച്ചർ എന്ന് വിളിച്ചത്. അങ്ങനെ ഒന്ന് ബോധം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർ പറയുന്ന ഒരു തനത് കലയിലേക്ക് തിരിച്ചു പോകണം എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് തനത് കലാരൂപങ്ങളല്ല വേണ്ടത്, തനത് മണ്ണ് ഞങ്ങളിൽ നിന്ന് കട്ടെടുത്ത് കോളനികളിലേക്ക് ഞങ്ങളെ മാറ്റി, ഞങ്ങളുടെ തനത് സംസ്കാരത്തെ മാറ്റി അവിടെ ബ്രാഹ്മണിക്കായ ഒരു സംസ്കാരത്തെ സ്ഥാപിച്ചു. നേരത്തെ രാജു പി നായർ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങളുടെ കാവുകൾ തട്ടിയെടുത്തുകൊണ്ട് അവിടെ പ്രശ്നം വെക്കലൊക്കെ, സ്വർണ്ണ പ്രശ്നം വെക്കലൊക്കെ വെച്ചുകൊണ്ട് അവിടുത്തെ ദൈവങ്ങളെ നിങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കറുത്ത ദൈവങ്ങളെ ഒക്കെ ചുട്ടുകൊന്ന നിങ്ങളുടെ സംസ്കൃതിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ തനത് സംസ്കൃതി ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്നാണ് ഞങ്ങൾക്ക് കൃത്യമായി നിങ്ങളടക്കമുള്ള ബ്രാഹ്മണികവാദികളോട് പറയാനുള്ളത്. 2, ഷാബു പ്രസാദ് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾക്കൊക്കെ വേടന അറിയാമോ എന്നൊക്കെ ഉള്ളത്. ജന്മജന്മാന്തരങ്ങളായി എനിക്ക് വേടന അറിയില്ലെങ്കിലും ജന്മജന്മാന്തരങ്ങളായി ഞങ്ങളുടെ ജനതയ്ക്ക് ബ്രാഹ്മണിക് ഫോഴ്സസിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. അപ്പം നിങ്ങൾ RSS ആയി വന്നാലും BJP ആയി വന്നാലും ശശികല ആയിട്ട് വന്നാലും ഷാബു പ്രസാദ് ആയിട്ട് വന്നാലും മധുവായി വന്നാലും ഒക്കെ തന്നെ അത് കൃത്യമായി തിരിച്ചറിയാനും അതിനെ റെസിസ്റ്റ് ചെയ്യാനുമുള്ള ജ്ഞാനബോധം ഞങ്ങൾ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ ഒരു കാര്യം ചാടി, പാളയം ചന്തയിൽ നിന്ന് എഴുത്തുകാരുണ്ടാവുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി. എന്താ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സമുദായം അത്ര മോശം സമുദായമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? പാളയം ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു മോശം ഇടായിട്ടാണോ നിങ്ങൾ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് എഴുത്തുകാരും സ്കോളേഴ്സും ഒക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് പാളയം ചന്തയും കള്ളുചാപ്പിനെയും ഉപമിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത്. ഇതേ ബോധത്തിൽ നിന്നാണ് നിങ്ങൾ ഒരു പക്ഷേ കഞ്ചാവോളി തുടങ്ങിയിട്ടുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കെട്ടി വരുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 കാര്യങ്ങൾ കൂടി. വിഘടനവാദമാണല്ലോ ഇവിടെ വലിയ പ്രശ്നമായിട്ട് വരുന്നത്. നിങ്ങൾ ഈ ജാതീയമായ വിഘടനവാദം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് സമരം ചെയ്യേണ്ടത് ഇവിടുത്തെ എയ്ഡഡ് കോളേജുകളിലാണ്. സവർണ ജാതി സമുദായങ്ങൾ നടത്തുന്ന എയ്ഡഡ് കോളേജുകളിൽ 98% സവർണർ മാത്രമാണ് ജോലിക്ക് കയറുന്നത്. അവിടെ ഒരു ദളിതനെയോ ആദിവാസിയോ അടുപ്പിക്കുന്നില്ലെന്നേ. ഇതെന്താണ് നിങ്ങൾക്ക് വിഘടനവാദമായി തോന്നാത്തത്? കേരളത്തിലെ ചീഫ് സെക്രട്ടറി പോസ്റ്റിൽ നാളിതുവരെയായിട്ട് SC/ST വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും വന്നിട്ടില്ലെന്നേ. ഇത് നിങ്ങൾക്ക് വിഘടനവാദമായി തോന്നുന്നില്ലേ? ഇത്തരത്തിൽ ഒളിഗാർക്കിക്കായിക്കൊണ്ട് പ്രീസ്റ്റ്ഹുഡ് അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ തന്ത്രി പദങ്ങൾ അടക്കമുള്ളവയിൽ ഒളിഗാർക്കിക്കായിക്കൊണ്ട് പോസ്റ്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് യഥാർത്ഥ വിഘടനവാദം നടത്തുന്നതിനെ ചോദ്യം ചെയ്യാതെ ഏതെങ്കിലും രീതിയിൽ ജാതീയതയ്ക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് അത് വിഘടനവാദം എന്ന് വിളിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൂന്നാമതായിട്ട് അവസാനമായിട്ടും ഷർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടൻ എന്തോ അഴിഞ്ഞാടുകയാണെന്നാണ് പറയുന്നത്. കേരള ചരിത്രം ആരാണ് ഇവിടെ അഴിഞ്ഞാടിയത്? നായർ സ്ത്രീകൾ ബ്ലൗസ് ശശികല പറഞ്ഞത് തുണിയില്ല ചാട്ടോ അങ്ങനെന്തോ പറഞ്ഞത്. തുണിയില്ല ചാട്ടം ഇവിടെ നടത്തിയ കുറെ മനുഷ്യന്മാരുണ്ട്. തുണി കണ്ട ഭ്രാന്ത് പിടിക്കുന്ന സംസ്കാരം ആരുടേതാണെന്ന് അറിയോ? ഇവിടുത്തെ സവർണ ഹിന്ദുത്വ ശക്തികളുടേതാണ് തുണി കണ്ടാൽ അഴിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത്. നായർ സ്ത്രീകൾ ബ്ലൗസ് ധരിച്ച് അമ്പലത്തിൽ ചെന്നപ്പം അവരുടെ ബ്ലൗസ് കീറി എറിഞ്ഞത് ഇതേ ഹിന്ദുത്വവാദികളുടെ പൂർവികരാണ്.
ശശികല ടീച്ചർ അടക്കമുള്ളവരുടെ പൂർവികർ തന്നെയാണ് റൗക്ക ധരിച്ച് നടന്ന ഈഴവ സ്ത്രീകളുടെ റൗക്കയും മുണ്ടും അഴിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഷർട്ട് ഇടാതെ ഞങ്ങൾ സ്കൂളിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് ഇടണം എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ കോഡ് ബില്ലിന്റെ നിയമത്തെ മാറ്റിയത് നിങ്ങളാണ്. ഞങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മികച്ച വസ്ത്രങ്ങളിലേക്കും മികച്ച കോട്ടുകളിലേക്കുമാണ് ഞങ്ങൾ പോകുന്നത്. ഡോക്ടർ മാളവിക പിന്നെ പറയുന്ന പോലെ സോപാന സംഗീതത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ ഷർട്ട് ഇടാതെ നിൽക്കുന്നത് നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥരാക്കില്ലല്ലോ. നടു റോഡിലൂടെ പൂണൂല് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാർ നടക്കുന്നതും നിങ്ങൾ ഒരു കാലത്തും അസ്വസ്ഥമാക്കുന്നില്ലല്ലോ. ആ സമയത്ത് വേടൻ ബനിയൻ ഇട്ടുകൊണ്ട് അവിടെ ഒരു റാപ്പ് പെർഫോം ചെയ്യുന്നത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് വളരെ കൃത്യമായിക്കൊണ്ട് ജാതീയത എന്ന് തന്നെയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. ജന്മജന്മാന്തര ശരി, ഓക്കെ ഷാബു, ഞാൻ നേരത്തെ ചോദിച്ച അതിന്റെ മറുപടി എനിക്ക് കിട്ടിയില്ല. ഷാബു നോക്കൂ, ഇത്ര വേടനെതിരെ പ്രശ്നമുണ്ടാകുമ്പോഴും വേടനെതിരെ കേസുണ്ടാകുമ്പോഴും വേടനെതിരെ NR മധു ശശികലയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വേടൻ നാളെ ഒരു വേദിയിൽ പാടാൻ വരികയാണെങ്കിൽ 1000 പേര് കൂടുന്നിടത്ത് 10,000 പേര് വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ എന്തോ ഒരു സാധനം അവിടെ വർക്കൗട്ട് ആവുന്നില്ലേ ഷാബു? അതെന്താണെന്ന് പഠിക്കണ്ടേ? അല്ല, അത് നടക്കട്ടെന്നേ. അയാൾ അദ്ദേഹത്തിൻ്റെ കല അല്ലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അതിനൊന്നും ഇവിടെ ആരും കുറ്റം പറയുന്നില്ലല്ലോ. അത് ചെയ്തുകൊള്ളട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാൻ 10,000 തടിച്ചുകൂടുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ഈ നാട്ടിൽ വിമർശനാതീതനാണ് എന്നൊരർത്ഥമൊന്നുമില്ല. ഉണ്ടോ? എന്നില്ല, തെറി വിളിക്കരുതെന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഈ ഓരോ വാക്കുകൾ അത്രേ ഉള്ളൂ. ഇനി പറയുന്നത് കേൾക്കൂ. നമ്മുടെ നാട്ടിൽ ഞാനെന്താ ഒരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മളൊന്ന് നോക്കി നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ വന്ന് നമ്മുടെ ഒരു ന്യൂ നോർമൽ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, എല്ലാവരും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് 3G. അത് 3G ആയിപ്പോയി എന്ന്. സത്യം അതിൻ്റെ പുറകിലേക്കൊന്നും പോയി നോക്കൂ ഹാഷ്മി. പച്ചത്തെറിയല്ലേ അത്? പച്ചത്തെറിയാണല്ലോ അത്. ശശികല പറഞ്ഞതിന് പകുതി പോലും വരില്ല തെറി. എല്ലാവരും എടുത്ത് വീശുന്ന സാധനം. ശശികല പറഞ്ഞത് 100 പോലും വരില്ല തെറി. ശശികല പറഞ്ഞതിന് 100 പോലും വരുമോ 3G? അല്ലല്ല ശശി, ഞാനതല്ല പറഞ്ഞത്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ലോകത്ത്, ഈ പുതിയ കമ്മ്യൂണിക്കേഷൻ ലോകത്ത് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ന്യൂ നോർമലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ടീച്ചർ അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് തന്നെ ഉപയോഗിക്കുന്നു, ഞാനത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇങ്ങനെ പുതിയ വാക്കുകളൊക്കെ ഒരുപാട്, ഇപ്പം ഈ പറഞ്ഞ ആ ഒരു വാക്ക് വേടനെ സംബന്ധിച്ചോളം നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചോളം ഒരു ന്യൂ നോർമലാണത്. ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഒരു പ്രസംഗത്തിൻ്റെ അകത്ത് ഇങ്ങനെ പോകുമ്പോൾ, ആവേശം കയറുമ്പോൾ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ സ്വാധീനത്തിലൊക്കെ വാക്കുകളൊക്കെ വരും. അത് ന്യായീകരിക്കുകയല്ല, അത് ശരിയാണെന്ന് പറയുകയുമല്ല. അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് താനും. പിന്നെ ടീച്ചർ അത് പിൻവലിക്കണമെന്നും കൂടെ ശ്രീ ഷാബു അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുകയാണ്. 100% യോജിക്കുന്നു. ഇവിടുത്തെ കേരളത്തിലെ മാനേജ്മെൻറ്റ് കോളേജുകളിൽ, അത് സവർണ മാനേജ്മെൻറ്റ്, ഇപ്പം NSS ആയാലും ശരി, SNDP ആയാലും ഏത് നോക്കിയാലും ശരി, അവിടെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് കുറവാണ്. ശരിയാണ്. അത് കുറച്ചൊരു വിശാലമായ ചർച്ചയാണ്. ഒന്ന് തീർത്തോട്ടെ. ഒറ്റ വാചകമേ ഉള്ളൂ. ഒരേ ഒരു വാചകം. അതായത് വേറൊന്നും വേണ്ട. കയ്യിൽ നിറയെ കാശുമായിട്ട് മാനേജ്മെന്റ് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആർക്കും അവിടെ കിട്ടും. ഈ കേരളത്തിൽ നടക്കുന്ന 10-25 കൊല്ലമായിട്ട് കേരളത്തിലുള്ള പ്രബുദ്ധ കേരളത്തിൽ ഇവിടുത്തെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ നടക്കുന്ന അപ്പോയിന്റ്മെന്റ് അങ്ങനെയാണ്. അത് കുറച്ചുകൂടെ വിശാലമായ വിഷയമാണ്, സമയമില്ല. എന്തായാലും എന്ത് ന്യൂ നോർമൽ എന്ന് പറഞ്ഞാലും നമ്മൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീവിരുദ്ധമായ തെറികളുടെ ഉപോൽപ്പന്നങ്ങൾ ന്യൂ നോർമലാക്കാൻ പറ്റില്ല. അതാ ഏത് ശശികല വിചാരിച്ചാലും. ശ്രീ രാജീവ് പിന്നാർ ചുരുങ്ങിയ വാക്കുകളിൽ പറയണം. വേടൻ ഇനിയും എഴുത്തു തുടരും. വേടൻ്റെ എഴുത്ത് തുടരുമ്പോൾ ഇനിയും ഈ പറഞ്ഞ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷെ അത് അസഭ്യങ്ങളും അധിക്ഷേപങ്ങളുമായി കൂടാ. അത്രേ ഉള്ളൂ. അല്ലല്ല, ദളിത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വേടൻ സംസാരിക്കുന്ന രീതിയോ വേടൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളോ വിമർശിക്കുന്നതിന് ആരുടെ എതിരൊന്നുമല്ല. വേടനോട് പൂർണ്ണമായിട്ട് ഐക്യപ്പെടുന്ന മുഴുവൻ സമൂഹമൊന്നും അല്ല ഇവിടെയുള്ള. വേടനോട് എതിർപ്പുള്ളവരുണ്ട്. പക്ഷേ ഇത് എതിർപ്പല്ല. നോക്കൂ, മധുവിൻ്റെയും ശശികലയുടെയും വാക്കുകളിൽ നിന്ന് വരുന്നതെല്ലാം വിദ്വേഷമാണ്.
വിമർശനത്തെ നമ്മൾ സ്വാഗതം ചെയ്യും. നമുക്ക് മണിക്കൂറോളം ഇരുന്ന് ചരിത്രവും അല്ലെങ്കിൽ ഭരണഘടനയും എല്ലാം എടുത്തു വെച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷെ വിദ്വേഷം പരത്തുന്നതാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം. ആ വിദ്വേഷത്തെയാണ് എതിർക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിലൂടെ നടക്കുമ്പോൾ ഷവർമ്മ കാണുമ്പോഴെല്ലാം ശവത്തിനിടയിൽ കൂടിയാണ് നടന്നു പോകുന്നത് എങ്ങനെ ഇവർക്ക് തോന്നുന്നത്? ഇവരാരും RSSകാരും മാംസബുക്കുകൾ ഇല്ലാത്തവരുണ്ടോ? അപ്പം ഇത് മുഴുവൻ ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഷവർമ്മ കരിച്ചു മരിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണെന്നും തോമസിനും അബ്ദുള്ളയ്ക്കും ഇത് നഷ്ടപ്പെടുന്നില്ല എന്നും അത് പറയുകയാണ്. ഇതിലെല്ലാത്തിലും ഇവർ ഒളിപ്പിച്ചു വെക്കുന്ന എന്താ? വിദ്വേഷമാണ്. ശശികല എങ്ങനെയാ എതിർക്കപ്പെടുന്നത്? ഈ സംസ്ഥാനത്ത് ദേവസ്വം ഇതിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് മുക്രിമാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലേ? അങ്ങനെയല്ലേ ശശികല കേരളത്തിന്റെ പൊതുശ്രദ്ധയിലേക്ക് വരുന്നത്? അവസാനം വസ്തുതകൾ വെച്ചുകൊണ്ട് ശശികല പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. തിരുത്തിയില്ലല്ലോ. BJP നേതാക്കന്മാരും കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ആരോപണമില്ലാന്ന്. ശശികല തിരുത്തിയില്ലല്ലോ. കാരണം എന്താ? ഇവർക്ക് ആവശ്യം വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ആ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആശയത്തെ ഞങ്ങൾ തീർച്ചയായും എതിർക്കുക ചെയ്യും. ദളിത് രാഷ്ട്രീയത്തിന്റെ മറുവശം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ദളിത് രാഷ്ട്രീയത്തെ അധിക്ഷേപിക്കുകയും ആ അധിക്ഷേപിച്ചും അപഹസിച്ചും ഇല്ലാതെയാക്കാനും ശ്രമിച്ചാൽ അതിനു മുമ്പിൽ ഒരു പരീക്ഷ പോലെ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഇറങ്ങി നിന്നുകൊണ്ട് ഈ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ഞങ്ങൾ പോരാടും. ആ പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ്. ഷാബു പ്രസാദിന് അതിന്റെ വ്യത്യാസം മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ വ്യത്യാസം മനസ്സിലാകാതെ പോകുന്നിടത്താണ് നിങ്ങൾ ശത്രുപക്ഷത്തായി പോകുന്നത്. ശരി ദിനു, അതുകൊണ്ടാണ്. ഓക്കെ ശരി ദിനു, ഇവിടെ ഇപ്പൊ പറയുന്ന ഈ ഭീകരവാദി തീവ്രവാദി എന്നൊക്കെ പറയുന്ന വാക്ക് കോമഡിയായി പോകുന്നില്ലേ? ഇപ്പൊ മോഹൻലാലിനെ വരെ ഭീകരവാദിയാക്കും, അല്ലെങ്കിൽ മോഹൻലാലിനെ ജിഹാദികളുടെ പണം പറ്റുന്ന ആളാക്കും, ഈ പറയുന്ന പാവം കൈതപ്രത്തിനെ ഈ പറയുന്നതാക്കും, അഖിൽമാരാരെ ഈ പറയുന്നതാക്കും, ഈ പറയുന്നവരൊക്കെ ഇത് ഈ പറഞ്ഞായാൽ പറഞ്ഞു മുനതെഞ്ഞു പോയില്ലേ ദിനു? വേടൻ ഇനിയും പാടും, വേടൻ ഇനിയും പറയും, വേടൻ പാട്ടുമായി അങ്ങ് മുന്നോട്ട് പോകും. അത്രയല്ലേ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, പലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന മനുഷ്യർ, ഇന്ത്യക്കകത്തെ ജനാധിപത്യ പ്രശ്നമായ ജാതിയെ അഡ്രസ്സ് ചെയ്യുന്ന മനുഷ്യർ, ഇവർക്കൊക്കെ പുറകിൽ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഭരണഘടനാ ബോധമാണ് ഇവർക്കൊക്കെ പിറകിലുള്ളത്. ആ ഭരണഘടനാ ബോധത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ടേക്ക് ദളിത് രാഷ്ട്രീയം മുന്നോട്ടേക്ക് തന്നെ പോകും. ശരി, ഓക്കെ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൂടെ അനുരാജ് മനോഹറിന്റെ വരാൻ പോകുന്ന സിനിമ നരിവേട്ടയിൽ വേടൻ എഴുതിയ വരികൾ ഇങ്ങനെയാണ്: ഓരോ കഥയ്ക്കും ഓരോ പൊരുള്, നിന്റെ നീറും കഥയ്ക്ക് മേലെ ഇരുള് നീങ്ങും ഇനി പകലല്ലേ, അതിൽ നീതി സൂര്യനും എരിയില്ലേ എന്ന് ചോദിക്കുകയാണ് വേടൻ. മുത്തങ്ങ സമരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയാണ്. ആ വാക്കിൽ വേടൻ എഴുതട്ടെ, പാടട്ടെ, വിമർശനങ്ങൾ തുടരട്ടെ, പക്ഷെ അസഭ്യമാവാതിരിക്കട്ടെ. എൻകൗണ്ടർ പ്രൈം പൂർണ്ണമാകുന്നു.